പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. നമ്മൾ കൃപാസനത്തിൽ ഇവിടെ ഇപ്പോൾ വചനം കേൾക്കാൻ ഇരിക്കുമ്പോൾ നമ്മളെ സ്വന്തം വീട്ടിൽ അമ്മയുടെ കൂടെ മക്കളായിട്ട് നമ്മൾ ഇരിക്കുക എന്നുള്ളൊരു ബോധ്യത്തിൽ തന്നെ ഇരിക്കണം. എൻ്റെ സ്വന്തം സ്ഥലത്തായിരിക്കുന്ന ആ ഒരു ബോധ്യത്തിൽ തന്നെ ഇരിക്കണം. സങ്കടങ്ങൾ ഉൾക്കണ്ട അതെല്ലാം വിട്ടുകളയുക. അതിനെക്കുറിച്ചൊന്നും ഓർക്കേണ്ട കാര്യമില്ല. അമ്മയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അമ്മ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കറിയാം കൊച്ചിന് എപ്പോഴാണ് വിശക്കുന്നത്, എപ്പോഴാണ് ദാഹിക്കുന്നത്. ഇതുപോലെ കരുതലുള്ള അമ്മയെപ്പോൾ കരുതലുള്ളത് വേറെ ഒരാളെ നമുക്ക് കിട്ടില്ല. എവിടെയും അന്വേഷിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുക. അവസാനം അമ്മയുടെ അടുത്ത് തന്നെ എത്തിയിരിക്കുക. അപ്പോൾ ഇത് ഞാൻ സാധാരണ ഇവിടെ ക്ലാസ് എടുക്കാൻ വരാമെന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലാസ് എടുക്കാൻ അങ്ങനെ ഒന്നും അറിയില്ല. എല്ലാ മാസവും 2-ാം ചൊവ്വാഴ്ച എല്ലാ ആഴ്ചയും അവിടെ ഉണ്ട്. വെള്ളിയാഴ്ച കോയമ്പത്തൂരുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ എനിക്ക് ആദ്യത്തെ സ്പീച്ച് കൊടുക്കണ പോലെയാണ്. ടെൻഷനാണ്, ഭയങ്കര ടെൻഷനാണ്. അമ്മയോട് പറയും എന്ത് സംസാരിക്കണമെന്നൊന്നും അറിയില്ല. എനിക്ക് നിന്നെ അറിയാം, കുറച്ച് കാര്യം നിൻ്റെ കാര്യങ്ങളറിയാം, നീ എൻ്റെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ എനിക്കറിയാം. അമ്മ കുറേ കാര്യം പഠിപ്പിക്കും. ദൈവം നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ ജീവിത അനുഭവം എങ്ങനെയായിരിക്കും, ഇതൊക്കെ അമ്മയുടെ ഇരുന്ന് ഞാൻ പഠിച്ച. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ സങ്കടമൊന്നുമില്ല. പിന്നെ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കണം. അത് നമ്മൾ പഠിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ ഉദ്ദേശം ഇന്ന് ഉടമ്പടി ധ്യാനത്തിനാണ് നിങ്ങൾ വന്നിരിക്കണം. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ അമ്മയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കൾ എന്നോട് കുറച്ചുകൂടി അടുക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് പഠിക്കണം. അതാണ് നമ്മളെ ഉദ്ദേശമായിരിക്കണം. കുറേ അടയാളങ്ങൾ നമുക്ക് കിട്ടി. നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേ അടയാളങ്ങൾ കിട്ടി. ദൈവം അടയാളങ്ങൾ തന്നത്, അടയാളങ്ങൾ കിട്ടിയവർക്കെല്ലാം ദൈവം പറയുന്ന ഒരു സൂചനയുണ്ട്. അതിൽ നിങ്ങളെൻ്റെ അടുത്ത് എത്തിയിരിക്കുക, അടുത്ത് വന്നുകൊണ്ടിരിക്കുക. ഓരോ അടയാളവും നമുക്ക് സൂചിപ്പിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കുറേ പ്രാർത്ഥിച്ചിട്ട് അടയാളങ്ങൾ കിട്ടാതെ ആകുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം പറയുന്നത്, അത് കുറേ അനുഭവിച്ചാൽ അറിയും, നീ എൻ്റെ തോളത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നീ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടയാളം കിട്ടുമ്പോൾ, അടയാളങ്ങൾ കിട്ടാതെ ആകുമ്പോൾ അതിൻ്റെ അർത്ഥം നീ എൻ്റെ കൂടെ ഉണ്ട്. എയർപോർട്ടിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് സൈൻ ബോർഡ് ഉണ്ടാകില്ല. ഇത് എയർപോർട്ടാണെന്ന് എവിടെ എഴുതി വയ്ക്കാറില്ല. എയർപോർട്ടിൻ്റെ കുറേ ദൂരം വരെ നമുക്ക് സൈൻ ബോർഡ് ഉണ്ടാവും. 5 കിലോമീറ്റർ, 1 കിലോമീറ്റർ, 500 മീറ്റർ, 200 മീറ്റർ എത്താറായി. അടയാളങ്ങൾ അടുത്ത് എത്തുന്നവരെ മാത്രമേ ഉണ്ടാവൂ. എത്തിക്കഴിഞ്ഞാൽ
ആ രീതിയിലെടുക്കണം. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അടയാളങ്ങളും ചില സമയത്ത് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ ആ ഒരു ബോധ്യം ഉണ്ടാകണം, ഞാൻ ദൈവത്തിൻ്റെ മടിയിൽ കിടക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നെ പൊക്കി തോളത്ത് വെച്ചിരിക്കുക. അവിടെ അടയാളങ്ങൾ അന്വേഷിക്കരുത്. അടയാളം അന്വേഷിക്കണമെങ്കിൽ കുറച്ച് മാറി എന്നിട്ട് എയർപോർട്ടിൽ ഇരുന്ന് കുറച്ച് പുറത്തു പോയി കാർ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി പുറകിൽ നടക്കുമ്പോൾ ദൂരെ പോകുമ്പോൾ അവിടെ അടയാളങ്ങൾ കിട്ടും. എയർപോർട്ട് 100 മീറ്റർ 200 മീറ്റർ അടുത്ത് വന്നു കഴിഞ്ഞാൽ യേശുക്രിസ്തു അത് നമ്മൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കുരിശിൽ കിടക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. പിതാവേ, നിന്നെ കാണുന്നില്ലല്ലോ, നീ എന്നെ വിട്ട് എവിടെ പോയി? എന്നിട്ട് യേശുക്രിസ്തു തന്നെ പറഞ്ഞു തന്ന് ചില സമയത്ത് നമുക്ക് ദൈവം കണ്ണിൽ കാണില്ല. ദൈവം കണ്ണിൽ കാണില്ലെന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അടയാളങ്ങളൊന്നും കിട്ടില്ല. യേശുക്രിസ്തു അത് പഠിപ്പിച്ചു തന്ന അപ്പോൾ ചെയ്യേണ്ടത് യേശുക്രിസ്തു നമുക്ക് പഠിപ്പിച്ചു തന്ന ഇതാ എൻ്റെ ആത്മാവിനെ ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് തരിക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കരം അടുത്താണ്, കൈ അടുത്താണ്, നമ്മളെങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുക. അതുകൊണ്ടാണ് എൻ്റെ ആത്മാവിനെ ഒന്നുകൂടി നീ എന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയല്ലേ, ശരീരത്തെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക. യേശുക്രിസ്തു കുരിശിൽ കിടക്കുമ്പോൾ പിതാവ് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആത്മാവിനെ എടുത്ത് പിതാവിൻ്റെ കൈ കൊടുത്ത് എന്ന് വെച്ചാൽ ഏറ്റവും അടുത്തുള്ള സമയം ദൈവം നമുക്ക് ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ ആ ദൈവം ഏറ്റവും അടുത്തുള്ളത്. ആ ഒരു രഹസ്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. അതിൽ വേണ്ടിയത്. അപ്പോൾ ആ ഒരു രഹസ്യം എപ്പോഴും മനസ്സിലാക്കണം. ദൈവം ഒരിക്കലും വാക്കുവ്യത്യാസം കാണിക്കില്ല. യോഹന്നാൻ 14:18 ദൈവം പറയുക, യേശു പറയുകയാണ്, ഞാൻ നിന്നെ വിട്ടു പോകില്ല, നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കില്ല. ആക്കില്ലെന്ന് പറഞ്ഞാൽ ദൈവം ആക്കില്ല, അത്രയേ ഉള്ളൂ. ദൈവത്തിന് അത്രയും കരുതലാണ്. ഏത് രീതിയിലൊക്കെയാണ് കരുതലെന്ന് വെച്ചാൽ നിൻ്റെ കാര്യങ്ങൾ നിന്നേക്കാളും കൂടുതൽ എനിക്കറിയാം. ലൂക്ക 12:7 പറയുക, നിൻ്റെ ഓരോ മുടികൾ ഞാൻ എണ്ണി വെച്ചിരിക്കുക. സ്വന്തം ശരീരത്തിൽ നമുക്ക് സാധിക്കാത്ത കാര്യം സൃഷ്ടിച്ച കർത്താവിന് അറിയാം. ഇവനിക്ക് ഓരോ പ്രശ്നങ്ങളും, ഇവനിക്ക് എന്തൊക്കെയാണ് ഇവൻ്റെ ആവശ്യങ്ങൾ, എന്തൊക്കെയാണ് കുറവ്, ഇവനിക്ക് എന്തൊക്കെയാണ് വേദന, അതെല്ലാം സൃഷ്ടിച്ച കർത്താവിന് അറിയാം. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ആ ബോധ്യം ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ സങ്കടപ്പെടുന്നത്, ഉത്കണ്ഠപ്പെടുന്നതും കരച്ചിലും ബഹളവും പരച്ചം വാക്കലും ആയിട്ട് ഭയങ്കര പ്രശ്നത്തിൽ തന്നെ എപ്പോഴും പ്രശ്നമാണ്. അതുകൊണ്ടാണ് ദൈവം പറയണത് എപ്പോഴും സന്തോഷിക്കുക. 1 തെസ്സലോനിക്ക 5:16 ദൈവം പറയുക, എപ്പോഴും സന്തോഷിക്കുക. എന്തുകൊണ്ടാണ് സന്തോഷിക്കേണ്ടത്? ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ആ ഒരു ബോധ്യത്തിൽ തന്നെ നമുക്കിരിക്കാം. ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോഴും ഒരിക്കലും ദൈവവചനം തെറ്റില്ല, നുണയാകില്ല. ഈ ലോകത്തെ ദൈവം സൃഷ്ടിച്ചത് വചനം കൊണ്ടാണ്. ഞാൻ എന്തിനാ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ യോഹന്നാൻ 1:3 ഈ ലോകത്തിൽ എല്ലാം തന്നെ വചനം കൊണ്ട് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും കിട്ടും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കൈ, കണ്ണ്, ചെവി, നമ്മളെല്ലാം തന്നെ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് വചനം കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ അനുബന്ധിച്ച് കിടക്കുന്നത് എല്ലാം തന്നെ വചനം കൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമായ ഭവനം, നിങ്ങളെ മക്കൾ, നിങ്ങളെ ഭർത്താവ്, എല്ലാം വചനമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം.
ഒരു വചനം പോലും എൻ്റെ ചെവിയിർന്ന് വിട്ടു പോകരുത്. ഞാനത് ഗ്രഹിച്ചെടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടാണ്. അത് പ്രാർത്ഥിക്കണം. പിശാചിന് എന്താ വേണ്ടിയെന്ന് വെച്ചാൽ വചനം നിങ്ങളിലേക്ക് എത്തരുതെന്നുള്ളത് ആഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറേ സൗഖ്യങ്ങളും കുറേ തടസ്സങ്ങളും മാറിക്കിട്ടും. വെറുതെ ദൈവവചനം പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ഇരുന്നാൽ മതി, നിങ്ങൾ ഒന്നും ചെയ്യണ്ട. എന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മളെ സൃഷ്ടിച്ചത് വേറെ ഒന്നും കൊണ്ടില്ല, വചനം കൊണ്ടാണ്. അപ്പോൾ നമ്മളെ ശരീരത്തിൽ എന്തെങ്കിലും കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഭാഗം, ജീവിതത്തിൻ്റെ ഭാഗം ഇല്ലാതായി പോയിട്ടുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വചനം നമ്മളിലേക്ക് ഇറങ്ങി വരും. വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്. റോമ 1:16 ആ ശക്തി അങ്ങോട്ട് ഇറങ്ങി വരും. ശക്തിയുടെ രൂപത്തിൽ അത് ഇറങ്ങി വരും. ഏത് ജീവിത ഭാഗത്താണ് നമുക്ക് ക്രമക്കേടായിട്ട് ഉണ്ടോ അതിനെ പൂർത്തീകരിച്ച് വിടും വചനം കേൾക്കുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നമായിരിക്കാം, ഭർത്താവ് ഭാര്യ തമ്മിൽ സ്നേഹക്കുറവായിരിക്കാം. അതൊക്കെ വചനം കൊണ്ട് ദൈവം സമ്പൂർണ്ണമായിട്ട് പെർഫെക്റ്റായിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷെ നമ്മളുടെ പാവം മൂലമോ നമ്മളെ ജീവിത രീതി മൂലമോ അതിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വചനം എത്രയ്ക്ക് കേൾക്കാൻ പറ്റുമോ വചനത്തിൽ മുങ്ങിക്കിടക്കണം. അപ്പോൾ വചനം അതിലേക്ക് കയറി വന്നിട്ട് നിങ്ങളെ കുറവുകളൊക്കെ നിറവാക്കി തരും, നിറച്ച് തരും. അതിലെല്ലാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൊരു കാറ് വാങ്ങിക്കുമ്പോൾ കാറ് കമ്പനിക്കാർ അതിനെ ഒരു യൂസർ മാനുവൽ കൊടുക്കും, ഒരു ബുക്ക് അതിൻ്റെ കൂടെ തരും. അല്ല ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോഴും TV വാങ്ങിക്കുമ്പോഴൊക്കെ തരും. അതിൽ എഴുതിയിട്ടുണ്ടാവും ഇത്ര കിലോമീറ്റർ കാറാണെങ്കിൽ ഇത്ര കിലോമീറ്ററിൽ സർവീസിന് പോകണം, ഈ സ്പീഡിലെ ഓടിക്കാവും. അതുപോലെ ഈ കമ്പനിയുടെ ടയർ മാറ്റണമെങ്കിൽ ഇതേ ഓടിക്കാവൂ, ഇത്രയും കാറ്റേ ഉണ്ടാകാവൂ, ടയർ നിറയ്ക്കുമ്പോൾ ഇത്രയും യൂണിറ്റ് കാറ്റ് അടിക്കാവൂ. പ്രൈസ് ദി ലോർഡ്. അതേപോലെ നമ്മളെ സൃഷ്ടിച്ചത് വചനം കൊണ്ടായതുകൊണ്ട് വചനമായിട്ടാണ് നമുക്ക് യൂസർ മാനുവൽ ദൈവം തന്നിരിക്കുന്ന ബൈബിള്. ഇത് പ്രകാരം നീ നിൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഈ യൂസർ മാനുവൽ, ബൈബിളായ ദൈവവചനമായ യൂസർ മാനുവൽ വെച്ച് നീ ജീവിതത്തെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ റിപ്പയർസ് ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. അഥവാ നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ക്രമക്കേട് പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ അതിനെ ശരിയാക്കാനുള്ള യൂസർ മാനുവൽ ആ വചനത്തിൽ ഈശോ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഈ പ്രശ്നം വന്നാൽ, ഇല്ല നിൻ്റെ ഫ്രിഡ്ജിന് വർക്ക് ചെയ്യണില്ല, അപ്പോൾ അത് എടുത്ത് യൂസർ മാനുവൽ എടുത്ത് നോക്ക്. ഇല്ല അതിന് കൂളിംഗ് കൂടുതലാണ്, ഇല്ല ഐസ് കട്ട നിറഞ്ഞേക്കുക, അതിനെന്ത് ചെയ്യണം? യൂസർ മാനുവലിൽ ഇൻഡെക്സ് നോക്കുമ്പോൾ ഇത്രാമത്തെ പേജിൽ ഇതെടുത്ത് നോക്കുക. അത് പ്രകാരം ചെയ്ത് കഴിയുമ്പോൾ ആ പ്രശ്നം തീരും. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെ പ്രശ്നമുണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും ഉത്തരം നിനക്ക് ദൈവം വചനം കൊണ്ട് സൃഷ്ടിച്ച നിനക്ക് വചനമായിട്ട് തന്നെ ദൈവം യൂസർ മാനുവൽ തന്നിരിക്കുക. ഇതിനെ ആശ്രയിക്കുക, ദൈവവചനത്തെ ആശ്രയിച്ച് ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത് ഏറ്റവും വലിയ അനുഭവം എനിക്ക് കിട്ടിയതാണ്. ഞാൻ ചിലപ്പോൾ അതിശയിച്ച് പോയിട്ടുണ്ട്. ഇങ്ങനെ സാധിക്കുക, ഇതൊക്കെ ഞാൻ വെറുതെ പറയണില്ല, വെറുതെ പറയാൻ പറ്റില്ല. ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടൊന്നും അനുഭവം പറയാൻ പറ്റില്ല. അത് ഞാൻ ഗ്യാരണ്ടി പറയാം. എനിക്ക് സംഭവിച്ചത് 1 or 2 കാര്യമില്ല, കുറേ കാര്യമാണ്. ഞാൻ ഒരു ചെറിയ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ, പക്ഷേ ഈ വചനം യൂസർ മാനുവൽ, ഈ ബൈബിള് നമുക്ക് പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ അതിലൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദൈവം ഇങ്ങനെ മാർക്ക് ചെയ്ത് ആദ്യം തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു രഹസ്യമാണ്. അത് ഹെബ്രിയ 4:2. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ, ദൈവവചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ വിശ്വസിക്കണം. വിശ്വസിക്കണവർക്ക് മാത്രമേ ദൈവവചനം പ്രയോജനപ്പെടൂ. അത് അതേപടി നിറവേറുമെന്ന് വിശ്വസിക്കണവർ ഭാഗ്യവാന്മാരാണ്.
ലൂക്ക 1:45. പ്രൈസ് ദി ലോർഡ്. ആകെ കൂടി ഇങ്ങനെ ചെയ്യേണ്ടത് ദൈവവചനത്തിൽ ആശ്രയിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ദൈവവചനം പഠിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക, ഇതിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഇത് നിറവേറും. ഇല്ലാതെ മറ്റുള്ളവർക്കൊക്കെ നിറവേറും, എനിക്ക് ചിലപ്പോൾ നിറവേറുമില്ല എന്നില്ല സംശയിക്കേണ്ടത്. ഇത് ഓരോരുത്തർക്കുള്ളതാണ് ദൈവവചനം. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും. ഇല്ലാതെ എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലോ എൻ്റെ മക്കളുടെ ജീവിതത്തിലോ അത് അവരിക്കാം. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിന് ഒരു പ്രശ്നമുണ്ടെങ്കിൽ മറ്റാരിക്കും വിശ്വാസം വേണ്ട. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് സൗഖ്യം കിട്ടും, മക്കൾക്ക് സൗഖ്യം കിട്ടും. അതെല്ലാം നിങ്ങളെ ബന്ധിച്ച് കിടക്കുന്നതിന് എല്ലാത്തിനും സൗഖ്യം കിട്ടും. നിങ്ങൾ ദൈവവചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുക, അതിൽ വിശ്വസിക്കണം. ഇത് എൻ്റെ ജീവിതത്തിൽ നിറവേറാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു സംശയം വേണ്ട. ഇവിടെ എഴുതി വെച്ചോ. നിങ്ങൾ ഇതുപോലെ വിശ്വസിച്ചിട്ട് അത് നിറവേറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം ഒരിക്കലും നുണയാകില്ല. ഞാൻ പല കാര്യവും ടെസ്റ്റ് ചെയ്ത്, ഞാൻ ഹൈന്ദവനായിരുന്നുകൊണ്ട് പെട്ടെന്നൊന്നും വിശ്വസിക്കില്ല. ഞാൻ പെട്ടെന്നൊന്നും വിശ്വസിച്ചിട്ടില്ല. അത് അമ്മ മാതാവ് ഇങ്ങനെ വഴി നടത്തി എനിക്ക് സ്റ്റാർട്ടിങ് വന്നപ്പോൾ കുറേ അമ്മയോട് വിശ്വാസമുണ്ട്. പക്ഷേ ഈ ദൈവവചനമൊന്നും എനിക്കറിയില്ല. എൻ്റെ അമ്മയോട് സ്നേഹമുള്ളതുകൊണ്ട് എനിക്ക് അമ്മയോട് ഇഷ്ടമാണ്. എൻ്റെ അമ്മയായിട്ട് കാണും. എൻ്റെ സ്വന്തം അമ്മയോട് പറയാൻ പറ്റാത്ത കാര്യമൊക്കെ അമ്മയോട് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ അടുത്തത്. അപ്പോൾ ദൈവം എന്നെ വളർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ അടയാളം എൻ്റെ ജീവിതത്തിൽ ആദ്യം തന്നത്, ഈ ദൈവവചനത്തെക്കുറിച്ചൊക്കെ അറിയാൻ ആരെങ്കിലും പറഞ്ഞു തരണ്ടേ, എനിക്ക് അച്ഛനെ തന്നു, ജോസഫ് അച്ഛനെ. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആദ്യം അത് ജോസഫ് അച്ഛനെ തന്നപ്പോഴും ഞാൻ വിചാരിച്ച എല്ലാ അച്ഛനും ഓക്കെ, എല്ലാവരും തലയിൽ ഈ വെച്ച് പ്രാർത്ഥിക്കുക, അച്ഛനും പ്രാർത്ഥിക്കും. അപ്പോൾ ഇതിലൊക്കെ എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ നോക്കിയാൽ എന്തായാലും അച്ഛനോട് ബഹുമാനമുണ്ട്. ഓക്കെ, ദൈവത്തിൻ്റെ ആളാണ്, അത്രേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അമ്മ മാതാവിനെ അത് തെളിയിച്ചു കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാം അമ്മയ്ക്ക്. പെട്ടെന്നൊന്നും അങ്ങനെ വിശ്വസിക്കുകയൊന്നുമില്ല. പെട്ടെന്ന് വിശ്വാസം ഇല്ലെങ്കിൽ കുറേ കഴിഞ്ഞാൽ ആ ബന്ധം വിട്ടുപോകും. അപ്പോൾ അമ്മയ്ക്ക് എന്നെ വളർത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അച്ഛനെ പരിചയപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മാസം ആയിട്ടുണ്ടാകാം, 1 മാസം 2 മാസത്തിൻ്റെ അകത്താണ്. ഒക്കെ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുക, ഡേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് അസുഖം വന്ന്, വലിയ അസുഖമാണ്. അവൾ വലിയ പ്രശ്നമെന്ന് വെച്ചാൽ ഡോക്ടേഴ്സൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റണില്ല. മെഡിക്കൽ ടെസ്റ്റിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. മെഡിക്കൽ ടെസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് നല്ല ബന്ധമുണ്ട്. അവിടുത്തെ ചെയർമാൻ പുളിക്കൻ ഡോക്ടറാണ്. അങ്ങേരെ കൊണ്ട് എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അപ്പോൾ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റാണ്. ഹരി ഡോക്ടറാണ് അവിടുത്തെ ഏറ്റവും ഫേമസ് ഡോക്ടർ. അന്ന് ഹരി ഡോക്ടറാണ് നോക്കിക്കൊണ്ടിരിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർ കുറേ ടെസ്റ്റ്. ഇവർക്ക് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇവർക്ക് എണിച്ച് നടക്കാൻ പറ്റില്ല, ഇങ്ങനെ കിടപ്പായിപ്പോയി. എൻ്റെ മക്കളാകെ ചെറിയ മക്കളാണ് 2 പേരും. അപ്പോൾ എനിക്കാണെങ്കിൽ വലിയ സങ്കടമാണ്. എനിക്ക് മക്കളെ കാണുമ്പോൾ വലിയ സങ്കടമാണ്. ഇവളാണെങ്കിൽ എപ്പോഴും മക്കളോട് കൂടുതൽ കരുതല. മക്കൾ ഭക്ഷണം കഴിച്ചാൽ, വെള്ളം കുടിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് ഓവർ അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുക. അപ്പോൾ ഇവളുടെ കൂടെ ഉണ്ടാകണമെന്ന് വെച്ച് മക്കൾ സ്കൂളിലും പോയിട്ടുണ്ട്. മകനാണെങ്കിൽ LKG പഠിക്കുക, അത് ചെറുതാണ്. അപ്പോൾ ഡ്രൈവറെ കൊണ്ട് അവനെ എടുപ്പിക്കണം. അവൻ ഭക്ഷണം കഴിച്ചാന്നോ എനിക്കറിയില്ല, ഈ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ എനിക്കറിയില്ല. മക്കൾക്ക് വിശക്കുണ്ടോയെന്നറിയില്ല. ഒരു പ്രാവശ്യം ചോദിക്കും. ഇവരാണെങ്കിൽ ഓരോ മണിക്കൂർ വെച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഓർത്തെനിക്ക് ഇപ്പോൾ ഇങ്ങനെ കിടക്കുക, ശരീരത്തിൽ ഇങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. അമ്മയോട് പറയാം, പക്ഷെ പ്രാർത്ഥിക്കാൻ അറിയണ്ടേ? പ്രാർത്ഥിക്കണമെങ്കിലും വചനം അറിയണം. പ്രാർത്ഥിക്കണമെങ്കിൽ വചനം അറിയണം കേട്ടാ. യൂസർ മാനുവൽ ഇതാണല്ലോ. അതുകൊണ്ട് ആ ബൈബിള് വായിക്കണം. ബൈബിള് വായിച്ച് വരുമ്പോൾ പിന്നെ അനുദപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയും. അപ്പോസ്തല പ്രവർത്തകൻ 2:38 പറയുക,
ഇത് മെത്തേഡാണ്. ബൈബിൾ വായിക്കണതിന് മുമ്പ് ഇങ്ങനെ അനുദപിക്കണം. ചെയ്തു പോയ പാവത്തെ ചൊല്ലി അനുദപിച്ചിട്ട് ബൈബിൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയും. പരിശുദ്ധാത്മാവ് നിറവിൽ നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ഇതെല്ലാം പരിശുദ്ധാത്മാവ് ഇത് ഗ്രഹിച്ച് ഇങ്ങനെ ഹൃദയത്തിൽ വയ്ക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഇതൊക്കെ ഓർമ്മിപ്പിച്ച് തരും. നിങ്ങൾക്ക് ഈ വചനം ദൈവം വാഗ്ദാനം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞ് ചോദിക്കേ. പ്രൈസ് ദി ലോർഡ്. വാഗ്ദാനം പറഞ്ഞിരിക്കാം, ഇത് പറഞ്ഞ് നീ ചോദിക്കേ. ദൈവം തന്നേ പറ്റോ, വാഗ്ദാനം പറഞ്ഞിരിക്കല്ലേ. വാക്ക് പറഞ്ഞിട്ട് പാലിക്കാതിരിക്കാൻ പറ്റില്ല ദൈവത്തിന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എപ്പോൾ ബൈബിൾ വായിക്കണമെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വായിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വായിക്കാൻ നിറവ് വേണമെന്നുണ്ടെങ്കിൽ മുട്ടിപ്പേ നിന്ന് ആദ്യം അനുദപിക്കുക. ചെയ്തു പോയ പാവത്തെ ചൊല്ലി അനുദപിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തോട്. പരിശുദ്ധാത്മാവ് നിറയും. എന്നിട്ട് ബൈബിൾ എടുത്ത് വെച്ച് വചനം വായിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇപ്പോഴും മനസ്സുകൊണ്ട് നിങ്ങൾ അനുദപിക്കുക. നിങ്ങൾക്ക് ഓർമ്മ ഇങ്ങനെ തരും. ഇപ്പോൾ പരിശുദ്ധാത്മാവിന് നിറവുണ്ട്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ അനുദപിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വചനമൊക്കെ കേൾക്കുക, ഇതൊക്കെ ഓർമ്മയിൽ നിൽക്കും. എന്നിട്ട് ബൈബിൾ ഇന്ന് തൊട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പോൾ അച്ഛനെ ഫോൺ വിളിച്ച്, അച്ഛനെ ഫോൺ കിട്ടി. എന്താണെന്ന് വെച്ചാൽ മുങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ രക്ഷപ്പെടുകയെന്ന് പോലും എനിക്കറിയില്ല. ഡോക്ടേഴ്സ് പറയുക അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് ആ ടെസ്റ്റ്, കുറേ ടെസ്റ്റൊക്കെ ചെയ്ത് കാലിലൊക്കെ ഇങ്ങനെ നീര് വന്ന് കിടക്കുക. ഇനി കിഡ്നിയുടെ പ്രോബ്ലമാണോ, എന്താ പ്രോബ്ലം? എനിക്ക് മൊത്തം കൺഫ്യൂഷനാണ്. എനിക്ക് പേടിയുമാണ് ആ സമയത്ത്. പ്രൈസ് ദി ലോർഡ്. അപ്പം നോക്കുമ്പോഴത്തേക്കും ഞാൻ അച്ഛനെ അന്ന് കാലത്തെ ഫോൺ വിളിച്ച് അച്ഛൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചാൽ നടക്കുക. എനിക്കങ്ങനെ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അന്ന് അച്ഛനെ പരിചയപ്പെട്ട് 1 മാസത്തിലായിട്ടുള്ളൂ. പിന്നെ ആകെ പരിചയമുള്ളത് അച്ഛനാണ്. പിന്നെ അമ്മ മാതാവ് ഞാൻ അവിടെ മറോക്കാട് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക, അതാ എനിക്ക് പരിചയമുള്ളത്. ഇല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയിൽ അവിടെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഗ്രോട്ടോ ഉണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കും. വേറെ ആരെയും എനിക്കറിയില്ല. അമ്പലത്തിൽ പോവില്ല. അമ്പലമായിട്ട് വിശ്വാസമൊക്കെ പോയി. 10 കാര്യം പ്രാർത്ഥിച്ച് ഒരെണ്ണം നടക്കാതായപ്പോൾ പിന്നെ അതൊക്കെ ചിലപ്പോൾ ചില കാര്യം നടക്കും, പിന്നെ അതെനിക്ക് മനസ്സിലായി അത് 50-50 ആണ്. നടന്നാൽ വിശ്വസിക്കും, നടന്നില്ലെങ്കില്ല. പക്ഷേ അതെ അതിലൊക്കെ വിശ്വാസം പോയി. പിന്നെ അമ്മയോടാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ വൈഫിനെ വിട്ടിട്ട് പോകാനും പറ്റില്ല. ഇവളാണെങ്കിൽ ആകെ പതുക്കെ സംസാരിക്കും. കൈ ഇങ്ങനെ പൊക്കി വയ്ക്കണമെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ പൊക്കി വയ്ക്കണം. അപ്പോൾ അച്ഛൻ അന്ന് രാത്രി ഞാൻ നോക്കുമ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. അച്ഛൻ അവിടെ വന്ന്, അച്ഛൻ വന്നിട്ട് എന്നോട് പറഞ്ഞ് നേരെ മുകളിൽ റൂമിലേക്ക് വന്ന് എൻ്റെ ഭാര്യയുടെ തലയിൽ തൊട്ട് കൈവച്ച് ഞാൻ പറഞ്ഞ്, മക്കളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എൻ്റെ മക്കളെ കാണുമ്പോൾ അവരുടെ മനസ്സിൽ സങ്കടം ഉണ്ടാവും, അമ്മ ഇങ്ങനെ കിടക്കണമുണ്ട്. പക്ഷെ അവർ പറയണില്ല. അത് ഓർക്കുമ്പോൾ എനിക്ക് കുറേ കൂടി സങ്കടമാണ്. അപ്പോൾ അച്ഛൻ ഇവിടെ തലയിൽ കൈ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പുറത്തിറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞ്, ജുമാരെ ഇവക്ക് ലിവറിലാണ് പ്രശ്നം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ലിവറിൽ പ്രശ്നമാണ്, കാലിൽ നീരും, ഡോക്ടേഴ്സ് അവിടെ എല്ലാം പരിശോധിക്കേണ്ട ഇതാണ്. ഓക്കെ, അത് ഇങ്ങനെ മനസ്സിൽ വെച്ച് ഓക്കെ കുഴപ്പമില്ല. എന്നിട്ട് അച്ഛൻ അത് മാത്രം പറഞ്ഞാൽ കുഴപ്പമില്ല. അച്ഛൻ എന്നോട് പറഞ്ഞ്, നാളെ ഉച്ച 2 മണിക്ക് വിജയകുമാർ എവിടെയും പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ, ഭാര്യയുടെ അടുത്ത് നിൽക്കണം, അവിടെ ആത്മഹത്യക്ക് ശ്രമിക്കും കേട്ടോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് അച്ഛനോടുള്ള വിശ്വാസം, ഉണ്ടായിരുന്ന വിശ്വാസം മൊത്തം പോയി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ തിരിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞ അവളെ കൈ വിരൽ ഇങ്ങോട്ട് പൊക്കി, അവൾക്ക് വിരൽ തൊട്ട് കഴിഞ്ഞാൽ അവൾക്ക് വേദനയാണ്. ആരെങ്കിലും പതുക്കെ ഇങ്ങനെ പൊക്കുമ്പോൾ തന്നെ വേദനയാണ്. അവൾക്ക് തനിയെ കൈ പൊക്കാൻ പറ്റില്ല, കാല് പൊക്കാൻ പറ്റില്ല. ചരിച്ച് കിടത്തണമെന്നുണ്ടെങ്കിൽ 2 പേര് ചരിക്കുമ്പോൾ വേദനയാണ്. ശരീരം മൊത്തം വേദനയാണ്, സ്കിന്നിലൊക്കെ വേദനയാണ്, നീരായിരിക്കുക. ആത്മഹത്യക്ക് ശ്രമിക്കുമെന്നാണ് മനസ്സുകൊണ്ട് ഇങ്ങനെ പറയുക. ഇപ്പോൾ ക്ലിയറായി. എനിക്ക് അച്ഛനെക്കുറിച്ചൊന്നും അറിയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഓക്കെ അച്ചോ, ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇതായി. പക്ഷെ മനസ്സിൽ തോന്നി, നീ ആരസിക്കാനായി. അച്ഛനെ വിശ്വസിച്ച് അച്ഛൻ വന്ന് തലയിൽ കൊണ്ടിട്ട് പ്രാർത്ഥിച്ചു. ഒരു വ്യത്യാസവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത ദിവസം കാലത്തെ ഹരി ഡോക്ടർ റൂമിലേക്ക് വന്ന്, ഈ ഹരി ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അച്ചോ ഇല്ല, ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ബാക്കിയെല്ലാം ടെസ്റ്റ് ചെയ്ത്
ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്താന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹരി ഡോക്ടർ ചൂടായില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി ചെയർമാനാണ് വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അവിടെ. പക്ഷേ അങ്ങനെ വർത്താനത്തിരുന്ന് കേട്ടെ, ഞങ്ങളൊക്കെ ഇതൊക്കെ പഠിച്ചിട്ടാണ് സാറേ ഇവിടെ ഇരിക്കുന്നത് എന്ന് ഒരുമാതിരി കളിയാക്കി ചിരിക്കണ പോലെ. ഞാൻ പറഞ്ഞ് ഡോക്ടർ എല്ലാ ടെസ്റ്റും ചെയ്തല്ലോ, ലിവർ ടെസ്റ്റ് കൂടി ഒന്ന് ചെയ്തേക്ക്. അപ്പോൾ അതെന്തായാലും ചെയ്തേക്ക്, എല്ലാം കൂടി ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ഡോക്ടർ നിങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി LFT എന്ന് പറഞ്ഞ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് കൂടി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ കാലത്തെ വന്നവർ ബ്ലഡ് എടുത്തുകൊണ്ട് പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഭാര്യയുടെ അമ്മ അവിടെ ഇരിക്കുക, അവിടെ ബെഡ് സൈഡിലിരിക്കുക. ഞാൻ നേരെ പിള്ളേരെ അന്ന് പോയിട്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ്. മക്കൾ കരച്ചിലും മുഖമൊക്കെ കാണുമ്പോൾ പാട്ടല്ല. സ്കൂളിൽ പോയിരിക്കുക. ഞാൻ പോയി പിള്ളേരെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് വന്ന് 1 മണി വരെ ഒരു ക്ലാസ്സുള്ളൂ. ഞാൻ ഒരു 11-11:30 പോയി കാറെടുത്തുകൊണ്ട് മക്കളെ വിളിച്ചുകൊണ്ട് ഒരു 1-1:30 വന്നപ്പോൾ മക്കൾ 2 കയറി വന്നപ്പോൾ ഇവിടെ മക്കളൊന്നും മൈൻഡ് ചെയ്യണില്ല. അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി സങ്കടമായി. ഇവർക്ക് പിള്ളേരില്ലാതിരിക്കാൻ പറ്റില്ല, പിള്ളേരോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ മക്കളെപ്പോലും മൈൻഡ് ചെയ്യണില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ കൈവിട്ടുപോയി. ഇനി തിരിച്ച് കിട്ടില്ലെന്ന് ഒരു തോന്നലൊക്കെ എനിക്ക് വന്ന് വലിയ സങ്കടമായിപ്പോയി. പ്രൈസ് ദി ലോർഡ്. 1:30 കറക്റ്റ് കൊന്തയിൻ്റെ കയ്യിലുണ്ട്. 2 മണിയായപ്പോൾ അതുവരെ ഇവൾക്ക് വേദനയെന്ന് പറഞ്ഞ ഇവൾ എന്നെ ഇങ്ങനെ തലകൊണ്ട് കാണിച്ചിട്ട് എന്നോട് പറയുക, നമ്മൾ 4 പേരിക്കും 2 മക്കളാണ്, ഇവിടെ ഇരുന്ന് വീണ് നമുക്ക് ചാടി ആത്മഹത്യ ചെയ്യാമെന്ന് എന്നോട് പറയുക. പ്രൈസ് ദി ലോർഡ്. കറക്റ്റ് 2 മണിക്ക് ഇവൾ പറയുക. പറഞ്ഞിട്ട് ഇവൾ ഒരുമാതിരി ഫിക്സ് വന്ന പോലെ ഒന്ന് കാണിക്കുക, എനിക്കിപ്പോൾ ചാടണമെന്ന് പറഞ്ഞിട്ട് കാണിക്കുക. നമുക്ക് എല്ലാവർക്കും ചാടാം, മക്കളും ചാടണം, നമുക്കിവിടെ ജീവിക്കേണ്ട, എനിക്ക് ജീവിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് വിശ്വാസം വന്നു, അച്ഛനോട് ഇത് അമ്മ മാതാവ് തന്നതാണ് എനിക്ക് ഇവിടെ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അടുത്ത ദിവസം കാലത്തെ ഡോക്ടർ വന്ന് റിപ്പോർട്ട് വന്നപ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എടുത്തപ്പോഴത്തേക്കും അതിൽ തന്നെയായിരുന്നു പ്രശ്നം. SGPOT വല്ലാതെ കൂടിയിരിക്കുക ലിവറിൽ. അതുകൊണ്ടാണ് ഈ നീരും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അത് ക്ലിയറായി. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അമ്മ മാതാവിൽ ആശ്രയിച്ച് നമ്മൾ നിൽക്കുമ്പോൾ അമ്മ മാതാവ് ഒരിക്കലും നമ്മളെ ജീവിതത്തെ തെറ്റിക്കില്ല. ആരോട് അടുപ്പിക്കണോ അവിടെ കൊണ്ടുപോയി നമ്മളെ വിടും. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷമാണ് ഞാൻ ഈ വചനത്തെക്കുറിച്ച് ഞാൻ പറയാൻ കാര്യം, എനിക്ക് വചനം കുറേ പറഞ്ഞു തന്നത് ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. വേളാങ്കണ്ണി പോകുമ്പോഴും ട്രെയിനിൽ മൊത്തം വചനം വചനം പറയും. എന്നിട്ട് ഇതൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യും. ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കും. ഇത് പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും പിന്നെ എനിക്കിതിൽ വലിയ ഇൻട്രസ്റ്റായി പോയി. വചനം കിട്ടിക്കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ബന്ധിപ്പിച്ച് നോക്കണം. ആ രീതി ആയിരിക്കണം. നമുക്ക് ആ ഒരു ദാഹം വേണം, ഒരു ഇൻട്രസ്റ്റാണ്. പ്രൈസ് ദി ലോർഡ്. ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, എൻ്റെ കോയമ്പത്തൂരിൽ പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഇതൊരു 3 കൊല്ലം മുമ്പ് സംഭവിച്ച കേസാണ്. ഈ വചനം അമ്മ മാതാവ് പഠിപ്പിക്കുക. ഈ സംഗവി എന്ന് പറഞ്ഞൊരു കൊച്ച്, ഹൈന്ദവ കൊച്ചാണ്. അതവിടെ ആരോ പറഞ്ഞൊക്കെ കേട്ട് പ്രാർത്ഥനയ്ക്ക് വരും. എന്നിട്ട് നല്ല ദാഹത്തോടെ വചനമൊക്കെ കേൾക്കും. അപ്പോൾ ഞാൻ ഈ ഈശോനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും അവൾ വന്നത്, അവൾക്ക് നല്ല വയറുവേദനയായിട്ട് ഡോക്ടേഴ്സൊക്കെ കണ്ടുപിടിക്കാൻ പറ്റില്ല. നല്ല വയറുവേദനയാണ്, വയറ്റിലെന്തോ അസുഖം, അവൾക്ക് എന്ത് കഴിച്ചാലും ഛർദ്ദിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന ഉടനെ ആദ്യത്തെ ആഴ്ച പറഞ്ഞ് ഹൈന്ദവരാണ്, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ ദൈവം കൂടുതൽ പ്രവർത്തിക്കും, പെട്ടെന്ന് പ്രവർത്തിക്കും അവിടെ. ഞാൻ ബൈബിൾ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞ്, അപ്പോൾ ഇവിടെ എന്നോട് ചോദിച്ച്, എനിക്ക് അവിടെ വരുമ്പോൾ തന്നെ അവൾ അപ്പോൾ ബാത്റൂമിൽ പോയിട്ട് ഛർദ്ദിക്കുക. എന്നിട്ട് ഞാൻ ബൈബിൾ കൊടുത്തിട്ട് പറഞ്ഞ്, നീ ഈ ബൈബിൾ വായിച്ചോ, നാളെ തൊട്ട് ഞാൻ ഛർദ്ദിക്കില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വേറെ എന്ത് പറയാനാ, വേറെ ഒന്നും പറയാനില്ല. ബൈബിൾ വായിച്ചോ, നാളെ തൊട്ട് ഛർദ്ദിക്കില്ല, അത്രേ ഉള്ളൂ. ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കില്ല, അമ്മ മാതാവ് ഏൽപ്പിച്ചതാണ്. മാർക്കിൻ്റെ 16:20 ദൈവത്തിൻ്റെ വചനം പറയണവരുടെ ആ വചനത്തെ അടയാളങ്ങൾ വഴി ദൈവം സ്ഥിരീകരിക്കുന്നുണ്ട് അതിൽ. അതൊക്കെ പരിശുദ്ധാത്മ ഓർമ്മിപ്പിക്കുക. അപ്പോൾ ഞാൻ ആ ഓർമ്മയിലാണ് പറയണത്, നിനക്ക് സൗഖ്യം കിട്ടുമെന്ന്.
അപ്പോൾ ഞാൻ പറയണത് അമ്മ മാതാവ് സ്ഥിതി ഇരിക്കണ്ടേ. അവൾക്ക് പിന്നെ അവൾക്ക് ആ ഷർദിൽ വന്നിട്ടില്ല, അതുറപ്പാണ്, അതില്ല പ്രശ്നം ഇവിടെ. പക്ഷെ അവൾ വന്നത് ഈ വയറുവേദനയും ഷർദിലും കൊണ്ട് അവൾക്ക് അത് സൗഖ്യം കിട്ടി. അവൾ വന്നത് അവളുടെ ഒരു കൊല്ലത്തെ കോളേജ് പഠിത്തം പോയിട്ട് അവൾ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്ന് അടുത്ത കൊല്ലം അവളുടെ ആഗ്രഹം, പിന്നെ അവൾക്ക് ഇതിൽ വിശ്വാസമായി, വചനത്തിൽ വിശ്വാസമായി. എന്നോട് പറയും, എനിക്ക് അടുത്ത കൊല്ലം PSG, കോയമ്പത്തൂരിലെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ് PSG കോളേജ് എന്ന് പറയണത്, ഏറ്റവും വലിയ കോളേജാണ്, ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ ലക്ഷങ്ങൾ കൊടുക്കണം അവിടെ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ. പക്ഷെ അവളുടെ ആഗ്രഹം ഈശോയിൽ വിശ്വസിച്ചാൽ PSG സീറ്റ് കിട്ടുമെന്ന് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഈശോയിൽ വിശ്വസിച്ചാൽ ഉറപ്പ് PSG അതിനേക്കാളും വലുത് എവിടെ ഉണ്ടോ അവിടെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സത്യമല്ലേ പറഞ്ഞു, വിശ്വസിച്ചാൽ അതിനേക്കാളും വലുത് കിട്ടും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കും ഞാൻ പറയുക, ഈശോയിൽ വിശ്വസിച്ചാൽ നിങ്ങൾ ചോദിക്കണൊക്കെ ചെറുതാണ് ദൈവത്തിന്. ദൈവം അത് തന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചോദിച്ചത് ചെറുതാണെന്ന അർത്ഥം. നിങ്ങൾ ചോദിച്ചത് ചെറുതാണ്, ദൈവം അതിനേക്കാൾ വലുത് ആഗ്രഹിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രേ കിട്ടിയുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ഒരിക്കലും ചോദിച്ചത് കിട്ടരുത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മകനാണെങ്കിൽ എന്നോട് എപ്പോഴും പറയണത്, ഒരു കടയിൽ കൊണ്ടുപോയി നിർത്തിക്കഴിഞ്ഞാൽ നിനക്ക് എന്താടാ വേണ്ടതെന്ന് വെച്ചാൽ അവൻ പറയും അച്ഛൻ തന്നെ വാങ്ങിച്ചാന്ന് പറയും. ബുദ്ധിയുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബെസ്റ്റ് വാങ്ങിച്ചു കൊടുക്കുമെന്ന് അവനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എപ്പോഴും ഈശോയ്ക്ക് അതറിയാം. ഈശോ ഒരേ കാര്യം ചോദിക്കും, ഈ പാനപാത്രം എന്നെ ഇരുന്ന് മാറ്റിക്കളയുക. അപ്പോൾ പകുതി മനുഷ്യനും ഈശോയിൽ മനുഷ്യനും ദൈവമുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ഹൃദയം ഇങ്ങനെ പറയുമ്പോഴും അപ്പത്തിന് പരിശുദ്ധാത്മാവ് പറയും, വേണ്ട 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 വേണ്ട, നിൻ്റെ തിരുമനസ് നിറവേറിയാൽ മതി കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? ഭവനം വേണം, ഭർത്താവിൻ്റെ മദ്യപാനം നിൽക്കണം, മക്കൾ അനുസരണ ഉള്ള മക്കളായി തീരണം, എനിക്ക് പ്രൊമോഷൻ കിട്ടണം, എനിക്ക് ജോലി കിട്ടണം, ജോലി ചെയ്യണ സ്ഥലത്ത് എനിക്ക് റെസ്പെക്റ്റ് കിട്ടണം, എന്നെ ബഹുമാനിക്കണം, അതൊക്കെ പറഞ്ഞാലും നിൻ്റെ തിരുമനസ് നിറവേറിയാൽ മതി കേട്ടോ. ഞാൻ ചോദിക്കണൊക്കെ ചെറുതായി പോകും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചോദിക്കണം 100 രൂപയായിരിക്കും, ദൈവം ആഗ്രഹിക്കണം 1,00,000 രൂപ കൊടുക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. ഇതൊരു രഹസ്യമാണ് കേട്ടോ. ഈ രീതിയിലാണ് ചോദിക്കേണ്ടത് ദൈവത്തോട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കൊച്ച് എന്നോട് പറഞ്ഞ്, സംഗവി എന്നോട് പറഞ്ഞ്, എനിക്ക് ഈശോയിൽ വിശ്വസിച്ചാൽ എനിക്ക് PSG സീറ്റ് കിട്ടുമെന്ന് ചോദിച്ചു. അവിടെ ഏതോ ഒരു കോഴ്സ്, അത് ടെക്നിക്കൽ കോഴ്സാണ്, വലിയ കോഴ്സാണ് അത്, ഡിപ്ലോമയുടെയാണ്. ഡിപ്ലോമ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് കുറേ കാലമായി. ഒരു 6 മാസം കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ പള്ളിയിരുന്ന് ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും മൊബൈൽ സൈലൻറ്റിലിട്ട് വെച്ചേക്കും. മൊബൈൽ നോക്കുമ്പോൾ സംഗവിയുടെ മിസ്ഡ് കോൾ കിടക്കുക അതിൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സംഗവി ഇങ്ങനെ വിശ്വാസത്തിലാണ്, കുറേ സംശയമൊക്കെ ഈശോനെക്കുറിച്ച് ചോദിക്കും, വചനത്തെക്കുറിച്ച് ചോദിക്കും. എപ്പോഴും ബൈബിള് ആശ്രയിച്ച് ചോദിക്കണമുണ്ട്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഞാൻ ഉടനെ കൊച്ചിനെ തിരിച്ച് വിളിച്ചപ്പോഴത്തേക്കും അവൾ പറഞ്ഞു, ഇന്ന് ഞായറാഴ്ച. ഞാൻ പറഞ്ഞില്ല ബ്രദർ, ഈ PSG ഇന്ന് കൗൺസിലിംഗ് ആണ്, എനിക്ക് ഇന്ന് കൗൺസിലിംഗ് ആയിരുന്നു, പക്ഷേ ബ്രദറിനെ ഫോൺ കിട്ടിയില്ല, എനിക്ക് സീറ്റ് കിട്ടിയില്ല കേട്ടാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സീറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, സങ്കടത്തിൽ ഒരു ചിരിച്ചുകൊണ്ട് ആ ചിരിയിൽ കരച്ചിലുണ്ട്. എനിക്കറിയാം. ബ്രദർ പറഞ്ഞതല്ലേ ഈശോയിൽ വിശ്വസിച്ച ഈ സീറ്റ് കിട്ടുമെന്ന് ബ്രദർ പറഞ്ഞതല്ലേ എന്ന് എന്നോട് പറഞ്ഞു. എനിക്കത് ഹൃദയത്തിൽ കയറിയത്. വേറെ ആരെങ്കിലും ഈശോയായി കിട്ടിയില്ലെങ്കിൽ നീ വലുത് കൊടുക്കാൻ പോകുന്നതെന്നൊക്കെ ഈ കൊച്ചിനോട് പറഞ്ഞൊന്നും അതിന് മനസ്സിലാകാൻ പോണില്ല. പ്രൈസ് ദി ലോർഡ്. അന്ന് ഞാൻ മറന്നിരിക്കുക, നിന്നെ വിശ്വസിച്ചാൽ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു പോയി. ഇനി എത്ര പേരോട് ഇവള് പറയും, എനിക്ക് നിൻ്റെ നാമം മഹത്വപ്പെടണം, നിൻ്റെ പേര് ചീത്തയാണ്, എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ തലേദിവസം ഞാൻ ബൈബിൾ വായിച്ചത് വചനം ഒന്നില്ലെങ്കിൽ അച്ഛനായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അച്ഛനായിട്ട് ഇങ്ങനെ വചനം ഡിസ്കസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഒരു വചനം ധ്യാനിച്ചപ്പോഴത്തേക്കും അതിൽ യോന 3-ാം അധ്യായത്തിൽ നിനേവ രാജ്യം
ദൈവത്തെക്കുറിച്ച് ദൈവത്തിന് അവർ കുറേ പാവം ചെയ്ത്, നിനേവ രാജ്യവും രാജാക്കന്മാരും ജനങ്ങളൊക്കെ പാവം ചെയ്തപ്പോൾ ദൈവം യോന പ്രവാചകനെ അയച്ചിട്ട് അവിടെ പറയിപ്പിക്കുക, 40 ദിവസത്തിൽ നിൻ്റെ രാജ്യത്തെ ഞാൻ നശിപ്പിക്കാൻ പോയാന്ന് ദൈവം ദേഷ്യത്തിൽ പറയുക. ദൈവം മനസ്സ് ഉറപ്പിച്ചിരിക്കുക, 40ാമത്തെ ദിവസം നിൻ്റെ രാജ്യത്തെ ഞാൻ നശിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ തിരുമനസ്സ് ആ രാജ്യത്തെ നശിപ്പിക്കണമെന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ തിരുമനസ്സ് നമുക്ക് മാറ്റാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ദൈവമേ നിൻ്റെ തിരുമനസ്സ് നടക്കട്ടെ എന്നല്ലേ. ചിലപ്പോൾ നമ്മളെ തിരുമനസ്സിലേക്ക് ദൈവത്തിൻ്റെ മനസ്സിനെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. അതും ബൈബിളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ഒരു സുവിശേഷമാണ്. അത് നല്ല മെസ്സേജാണ്, നമുക്ക് ഒരു രഹസ്യമാണ്. നമ്മളുടെ ആഗ്രഹത്തിലേക്ക് ദൈവത്തിൻ്റെ മനസ്സ് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിനേവ രാജ്യത്തിനെ ദൈവം നശിപ്പിക്കുമെന്ന് യോനാ പ്രവാചകനെ വെച്ച് പറയിപ്പിക്കുക, 40ാമത്തെ ദിവസം നശിപ്പിക്കുന്ന ഈ പാപം ചെയ്തു പോയിന്ന്. ഇത് കേട്ടുടനെ അവിടുത്തെ രാജാവ് കൽപ്പന നൽകും. അവൻ എന്തു ചെയ്യും? അനുദപിക്കാൻ തുടങ്ങും. അനുദപിക്കുന്നത് എങ്ങനെയാണ്? താഴ്മയോടെ ചാക്ക് വസ്ത്രം ധരിച്ച് മണ്ണിൽ കിടന്നുകൊണ്ട്, എന്ന് വെച്ചാൽ അവനെ തന്നെ അവൻ താത്തി ചാരം പരട്ടി മണ്ണിൽ കിടന്നുകൊണ്ടാണ് ദൈവമേ എന്നോട് ക്ഷമിക്കണേ, ഉപവസിച്ച് ചെയ്ത പാപത്തിനെല്ലാം എടുത്ത് ചൊല്ലി അവൻ മനസ്സ് മാറി. പ്രൈസ് ദി ലോർഡ്. ആ രാജ്യത്തിലുള്ളവർ മനസ്സ് മാറിയപ്പോൾ അന്ന് വരെയുള്ള പാപത്തിലിരുന്ന് അവർ പുറത്തേക്ക് വരാൻ മനസ്സ് കാണിച്ചപ്പോൾ, പാവം വിട്ടുകളയാനുള്ള മനസ്സ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവരുടെ മനസ്സ് മാറിയപ്പോൾ, അത് യോന 3-ാം അധ്യായം 10-ാം വചനത്തിൽ ദൈവം പറയുക, അവർ മനസ്സ് മാറിയപ്പോൾ ദൈവവും മനസ്സ് മാറ്റി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മനസ്സ്, തിരുമനസ്സ് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മൾ മാറ്റണം. പാപത്തിലിരുന്ന് പാപത്തെ വിട്ടുകളയാൻ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ മനസ്സ് മാറുമ്പോൾ ദൈവം മനസ്സ് മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഇത് തലേദിവസം ഞാൻ ധ്യാനിച്ചതാണ്. പരിശുദ്ധാത്മാവ് എനിക്കിത് ഓർമ്മിപ്പിച്ചു തന്നു. അവൾക്ക് അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നന്ദി പറയണം. അത് ദൈവത്തിൻ്റെ മനസ്സാണ് കിട്ടാത്തത്. പക്ഷേ അന്ന് അറിഞ്ഞോ അറിയാതെ ഞാൻ പറഞ്ഞു പോയി. ഇവൾ വിശ്വാസത്തോടെ ചോദിച്ച് എനിക്ക് ആ സീറ്റ് കിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞു കിട്ടും, ഈശോയിൽ വിശ്വസിച്ചാൽ ഉറപ്പായിട്ട് കിട്ടും. പ്രൈസ് ദി ലോർഡ്. അവൾക്ക് അമ്മയോടും താല്പര്യം, അമ്മയോട് വിശ്വസിച്ചാൽ കിട്ടും. അപ്പോൾ മനസ്സ് മാറാൻ, അപ്പോൾ ഇവിടെ എന്താ മനസ്സ് മാറ്റാൻ പറ്റുക? ഞാനപ്പോൾ എപ്പോൾ കുർബാന കഴിഞ്ഞാലും കാലത്തെ 8 മണി കുർബാനയാണ്. അപ്പോൾ ഞാൻ കാലത്തെ ചായ കുടിക്കില്ല. കുർബാനയ്ക്ക് മുമ്പേ ചായ കുടിക്കേണ്ട. കുർബാന കഴിഞ്ഞിട്ട് എനിക്ക് ചായ ഒരു വീക്ക്നെസ്സാണ്. എനിക്ക് എപ്പോഴും കാലത്തെ ഒരു ചായ കിട്ടിയിരിക്കണം. തമിഴ്നാട്ടിലെ ചായ നല്ല ചായ. അവിടെ ചായക്കടയുണ്ട് ഫ്രണ്ട്ലി തന്നെ. പള്ളിക്ക് മുമ്പേ ഒരു ചായക്കടയുണ്ട്. അവിടെ മറ്റേ ഈ ചെമ്പിൻ്റെ പാത്രത്തിലൊക്കെയാണ് വെക്കണം നല്ല ചായ. പ്രൈസ് ദി ലോർഡ്. തമ്മിൽ അപ്പോൾ എപ്പോഴും കുർബാന കഴിഞ്ഞ് ആ ചായക്കടയിലാണ് നേരെ പോകുന്നത്. അവിടെ പോയി ഞാൻ ചായ ഓർഡർ ചെയ്തിരിക്കുക. അപ്പോഴാണ് ഇവളോട് സംസാരിച്ചപ്പോൾ ഇവിടെ ചായ ഓർഡർ ചെയ്യണം. അപ്പോൾ ഇവൾ പറഞ്ഞ്, ഇവളിങ്ങനെ കരച്ചിലോടെ ഒരു ചിരി ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞ്, ബ്രദർ പറഞ്ഞല്ലോ ഈശോ വിശ്വസിച്ചാൽ കിട്ടുമെന്ന്, എനിക്ക് കിട്ടിയില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത്. ഇനിയും കുറച്ച് സംസാരിച്ച് അവൾ കറയും. അതുകൊണ്ട് ഞാനും കട്ട് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. കട്ട് ചെയ്തിട്ട് ഞാൻ ചായ ഓർഡർ ചെയ്ത് ചായ കയ്യിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിക്കുക, നീ മനസ്സ് മാറിയാൽ ദൈവം മനസ്സ് മാറ്റും. അപ്പോൾ ചായ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം എന്താ മനസ്സ് മാറാൻ പറ്റുക? ഓ എനിക്ക് ചായ ഇപ്പോൾ ഭയങ്കര വീക്ക്നെസ്സാണ്, ചായ കുടിക്കേണ്ടെന്ന് എൻ്റെ മനസ്സ് മാറ്റാം, എന്നാൽ ദൈവം മനസ്സ് മാറ്റുമല്ലോ എന്ന് പറഞ്ഞ് അവൻ ചായ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അത് താഴെ ഇങ്ങനെ ഒഴിച്ച്. അപ്പോൾ ചായക്കടക്കാരൻ നോക്കിയിരിക്കുക. അവനെനിക്ക് പരിചയമുള്ളവരാണ്. അവൻ പറഞ്ഞു, എന്താ സാറ് ചായ കൊള്ളൂല്ലേ? അപ്പോൾ അവൻ്റെ ഞാൻ അത് ഓർത്തില്ല. വേറെ ആൾക്കാരൊക്കെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക അവിടെ വെച്ച്. ഇല്ല അത് വേറെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ നേരെ പള്ളിക്കകത്ത് അൽത്താരയിലേക്ക് പോയി. എന്നിട്ട് പോകുന്ന വഴിക്ക് ഞാൻ അവളോട് പറഞ്ഞ്, നീ അവിടെ നിന്ന് പോകരുത് കേട്ടോ, അവിടെ തന്നെ നിൽക്കി, അവിടെ നിൽക്കി എന്ന് ഞാൻ പറഞ്ഞ്, നീ പോകരുത് നീ. അപ്പോൾ അവൾ പറഞ്ഞ് ഞാൻ അവിടെ തന്നെ നിൽക്കുക, എൻ്റെ ഇത് അവിടെ സീറ്റ് കഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്.
ഞാൻ അൽത്താരെ പോയി സംഭവിച്ച കാര്യമാണ് കൈയും പൊക്കി മുട്ടിപ്പേ നിന്ന് ഞാൻ പ്രാർത്ഥിച്ച്, ഈശോയെ നിൻ്റെ നാമം മഹത്വപ്പെടണം, ഞാൻ എൻ്റെ മനസ്സ് മാറ്റിയിട്ടുണ്ട്, വചനത്തിൽ നീ പറഞ്ഞിട്ടുണ്ട്, വചനം ഇതാ, വചനം ഒരിക്കലും നുണയാകില്ല, വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ മനസ്സ് മാറ്റിയാൽ നീ മനസ്സ് മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്, നീ മനസ്സ് മാറ്റി അവൾക്ക് ആ സീറ്റ് കൊടുക്കുക, അത്രേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. തീർന്നു പോയ സീറ്റില്ല, അവൾക്ക് മാർക്കും കുറവാണ്, അവിടെ കാശ് കൊടുത്തൊക്കെ കയറിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇത് അവിടെ ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് പുറത്ത് വന്ന് കുറച്ച് സങ്കടമുണ്ട്, ഏതായാലും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവളുടെ ഫോൺ വന്ന് അവൾ വിളിച്ച ഉടനെ പറഞ്ഞ്, ബ്രദർ എന്നെ തിരിച്ച് വിളിച്ച് അവർ സീറ്റ് കൊടുത്ത് കേട്ടാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവിടെ സംഭവിച്ചത് എന്താണെന്നാ, അവിടെ സംഭവിച്ചത് സീറ്റ് കിട്ടിയ പിള്ളേരിക്കൊക്കെ ഇവർ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ടോക്കൺ എഴുതി അങ്ങോട്ട് കൊടുക്കും. ഇത് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൽ ഏതോ ഒരു കുട്ടി ഫീസ് അടച്ചിട്ടില്ല. അവർ 3 പ്രാവശ്യം അനൗൺസ് ചെയ്തിട്ട് ആരും എന്നില്ല, ബാക്കി എല്ലാവരും സീറ്റില്ലെന്ന് പറഞ്ഞ് പോയി. അവിടെ ഇരുന്നുകൊണ്ടിരിക്കുക. ഇവളെ വിളിച്ചിട്ട് സീറ്റിൻ്റെ ഫീസ് അടയ്ക്കാൻ പറഞ്ഞിട്ട് ആ സീറ്റ് അവർക്ക് കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. ദൈവം മനസ്സ് മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഇത് വചനത്തിൽ ആശ്രയിച്ചിരുന്നാൽ മാത്രമേ ഇതുപോലത്തെ രഹസ്യങ്ങൾ നമുക്ക് കിട്ടൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് നമ്മളെ മനസ്സ് മാറ്റേണ്ട മെത്തേഡ് എങ്ങനെയാണ്? മനസ്സ് എങ്ങനെയാണ് മാറ്റേണ്ടത്? നമ്മളെ പാവത്തിലിരുന്ന് നമ്മൾ മാറി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പാവത്തിനെ വിടാൻ എൻ്റെ മനസ്സ് മാറ്റിയിട്ടുണ്ട്. ഇവരോട് എനിക്ക് വിദ്വേഷം ഉണ്ടായിരുന്നു, അത് ഞാൻ മനസ്സ് മാറ്റി അവരെ ക്ഷമിക്കാൻ. ദൈവമേ നീ ഈ കാര്യത്തിൽ നിൻ്റെ മനസ്സ് മാറ്റി കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ ശീലങ്ങൾ അത് പാവത്തിലേക്ക് എത്തിക്കുന്ന ശീലങ്ങളാണ്. അതിനെ ഞാൻ വിടാനുള്ള മനസ്സ് ഞാൻ കാണിച്ചിരിക്കുക. ഞാൻ എൻ്റെ മനസ്സ് മാറ്റിയിരിക്കുക. ദൈവമേ നീയും മനസ്സ് മാറ്റണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് മനസ്സ് മാറുമ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് അടുക്കും. മനസ്സ് മാറ്റുന്നത് എന്താ? ഞാൻ എൻ്റെ വചനത്തിലേക്ക് അടുക്കുകയാണ്. നിൻ്റെ വചനം ഞാൻ പാലിക്കുകയാണ്. വചനം പാലിക്കാത്തതാണ് പാപം. ദൈവത്തിലിരുന്ന് അകന്നു പോകുന്നത് എന്താ? വചനത്തിന് എതിരെ പ്രവർത്തിക്കുന്നതാണ് ദൈവത്തിലെ അകന്നു പോകുന്നത്. ദൈവത്തെ അകന്ന് നിൽക്കുന്നതാണ് പാപം. അപ്പം പാപം എന്താണ്? വചനത്തിന് എതിരെ പ്രവർത്തിക്കുന്നതാണ് പാപം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് നമുക്കൊരു രഹസ്യം ഇങ്ങോട്ട് ഞാൻ പറഞ്ഞുകൂടാ. ഈ ഒരു മാസത്തേക്ക് നിങ്ങൾ ഇത് പരിശീലിച്ച് വെച്ചാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് എങ്ങനെയാണ് അടുക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് എങ്ങനെയാണ് അടുക്കേണ്ടത്? ദൈവത്തേക്ക് അടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവം തന്നെ തടസ്സമില്ലാതെ ദൈവത്തിലേക്ക് അടുക്കണം. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആഗ്രഹമില്ലേ? ദൈവത്തോട് ചേർന്ന് ഇരിക്കണം, ദൈവത്തോട് അടുത്തിരിക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എല്ലാവർക്കും ആഗ്രഹമല്ലേ? ഉറപ്പാ? പ്രൈസ് ദി ലോർഡ്. കൈ പൊക്കിക്കോ. ഞാൻ ഇന്നൊരു രഹസ്യം പറഞ്ഞുതരാം. ഇത്രയും പേർക്ക് പ്രൈസ് ദി ലോർഡ് ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ ദൈവത്തോട് അടുക്കാനുള്ള ഒരു രഹസ്യം നമ്മളിപ്പോൾ ധ്യാനിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവം തന്നെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിലേക്ക് തടസ്സമില്ലാതെ ആയിരിക്കുക അടുക്കാൻ പറ്റുക? ആയിരിക്കുക അടുക്കാൻ പറ്റുക? ഇല്ല. അത് ലൂക്ക 18-ാം അധ്യായം 16 ഈശോ തന്നെ പറയുകയാണ്, ശിശുക്കളെ തടസ്സപ്പെടുത്തരുത്, എൻ്റെ അടുത്ത് അവർ കടന്നു വരട്ടെ. പ്രൈസ് ദി ലോർഡ്. വലിയവർ എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് വന്നാൽ വലിയവരെ വേണമെങ്കിൽ തടസ്സപ്പെടുത്തിക്കോ. ആരോടാ പറയണത്? പിശാചിനോടാ പറയണത്. പക്ഷെ ശിശുക്കളാണെങ്കിൽ നീ കൈവയ്ക്കരുത് കേട്ടോ. ശിശുക്കൾ എൻ്റെ അടുത്തിലേക്ക് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തോട് അടുക്കണമെങ്കിൽ നമ്മൾ ശിശുക്കളായിട്ട് മാറണം. പ്രൈസ് ദി ലോർഡ്. ശിശുക്കളായിട്ട് എങ്ങനെയാണ് മാറാൻ പറ്റുക? ശിശുക്കളായിട്ട് എങ്ങനെയാണ് മാറാൻ പറ്റുക? ആരെങ്കിലും പറയോ? പ്രൈസ് ദി ലോർഡ്. പറയണോ? ഒരാൾക്ക് ഞാൻ കൊന്ത തരാം. പെട്ടെന്ന് പറഞ്ഞാൽ
ഇല്ല, സിമ്പിളായിട്ട് പ്രൈസ് ദി ലോർഡ്, സിമ്പിളായിട്ട് എങ്ങനെയാണ് മാറാൻ പറ്റുക? ഇല്ല, ഞാൻ പറഞ്ഞുതരാം ടെക്നിക്ക്. പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞു തന്ന ടെക്നിക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് 60 വയസ്സായി, ശിശുക്കളായിട്ട് എങ്ങനെയാണ് മാറാൻ പറ്റുക? 60 വയസ്സുള്ളവർ ശിശുക്കളായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്വന്തം അമ്മയുടെ മടിയിൽ പോയി കിടന്നാൽ മതി. അമ്മ പറയും, എൻ്റെ കൊച്ച്, എൻ്റെ മോൻ. 60 വയസ്സിൽ നിന്ന് അമ്മയുടെ കണ്ണ് ശിശുവായിട്ടേ തോന്നുള്ളൂ. 70 വയസ്സാണെങ്കിലും അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അമ്മയുടെ മടിയിൽ കിടന്നു കഴിഞ്ഞാൽ അമ്മയുടെ കൊച്ചാണ്, നിങ്ങൾ ശിശുവാണ്. പ്രൈസ് ദി ലോർഡ്. അമ്മയോട് ചേർന്ന് നിന്നാൽ മതി. അമ്മയുടെ കണ്ണിൽ എല്ലാവരും ശിശുക്കളാണ്. പ്രൈസ് ദി ലോർഡ്. അമ്മയോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഞമ്മ ദൈവത്തോട് അടുക്കും, ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തോട് അടുക്കണമെന്നുണ്ടെങ്കിൽ അമ്മയോട് ചേർന്ന് നിൽക്കണം. അമ്മയോട് എങ്ങനെയാണ് ചേർന്ന് നിൽക്കുക? പ്രൈസ് ദി ലോർഡ്. അമ്മയോട് ചേർന്ന് നിൽക്കുന്നത് എന്ത് കാര്യത്തിലും അമ്മയെ ആശ്രയിച്ച് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ഓർക്കേണ്ടത്, എൻ്റെ അമ്മ, ഞാൻ ചെറിയ കുഞ്ഞാണ്, ഞാൻ കുഞ്ഞായ കൊണ്ടല്ലേ ഈശോ കുരിശിലിരുന്ന് യോഹന്നാൻ 19:27 പറഞ്ഞത്, ഇതാ നിൻ്റെ അമ്മ, ലോകത്തെ കാണിച്ചുകൊണ്ട് പറഞ്ഞ, ഇതാ നിൻ്റെ അമ്മ, നിൻ്റെ മക്കളാണിത്. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ കണ്ണിൽ നമ്മളെല്ലാം കുഞ്ഞുങ്ങളാണ്. കുഞ്ഞായി മാറിക്കഴിയുമ്പോഴത്തേക്കും ദൈവത്തിനോട് അടുക്കാൻ നമുക്ക് തടസ്സം ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് അമ്മ മാതാവ് ഇങ്ങനെ ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ഒരു മെത്തേഡാണ് കേട്ടോ. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ദൈവത്തോട് അടുക്കണമെന്നുണ്ടെങ്കിൽ അമ്മയോട് ചേർന്ന് നിന്നാൽ മതി, അമ്മയുടെ കുഞ്ഞായാൽ മതി. അപ്പോൾ കുഞ്ഞിനെ പോലെ തന്നെ അമ്മയുടെ അടുത്ത് ഇടപെടണം. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെങ്ങനെയായിരിക്കും അമ്മയോട്? നിഷ്കളങ്കത, ചോദ്യമൊന്നുമില്ല. എങ്ങനെ കിട്ടുക? എന്ത് വേണമെങ്കിലും അമ്മയോട് ചോദിക്കണം. അമ്മയോട് ചോദിച്ചാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും തല്ലിയ ഞാൻ അമ്മയോട് പറയും, ഞാൻ തിരിച്ചൊന്നും തല്ലാൻ പോകണില്ല. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ഉപദ്രവിച്ചാലും അമ്മ എന്ത് ചെയ്യും? അമ്മ വരെ ഇങ്ങനെ കുഞ്ഞുങ്ങൾ കാത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞായിട്ട് മാറണം, ശരിക്കും കുഞ്ഞായിട്ട് മാറണം കേട്ടോ. വെറുതെ ഞാൻ അമ്മയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അമ്മയെ ഭരിക്കാൻ പോയി കഴിഞ്ഞാൽ അമ്മ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ കുഞ്ഞായിട്ട് മാറണം. അത് അമ്മയെ ആശ്രയിച്ചിരിക്കണം. നിഷ്കളങ്കത ഉണ്ടാകണം. അമ്മയോട് എന്ത് കാര്യവും പറയണം. അമ്മയോട് എന്ത് കാര്യവും പറയാനുള്ള മനസ്സുണ്ടാകണം. ഏത് കാര്യവും നമ്മ അതിനെ റിയാക്ട് ചെയ്യരുത്. ആരെന്ത് ചെയ്താലും അമ്മയോട് പറഞ്ഞാൽ മതി. അമ്മ എന്നിട്ട് കുഞ്ഞുങ്ങളുടെ സ്വഭാവം എന്താ? ആര് തല്ലിയാലും തിരിച്ച് കുറച്ച് കഴിഞ്ഞാൽ അപ്പം കരയും, കുറച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെ തന്നെ പോയി കളിക്കും. പ്രൈസ് ദി ലോർഡ്. ആ ഒരു മനസ്സ്, നിഷ്കളങ്കത ഉണ്ടെങ്കിൽ അമ്മയോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. കുഞ്ഞ് കരയുമ്പോൾ അമ്മ ജീവൻ കൊടുത്തിട്ടെങ്കിലും കുഞ്ഞ് കരയാതെ നോക്കും. അമ്മ അങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നിങ്ങൾ കുഞ്ഞായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ എനിക്ക് അനുഭവം കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അമ്മയോട് എനിക്ക് അന്ന് അമ്മ മാതാവിനെ മാത്രമേ അറിയാവൂ. ഞങ്ങൾ ഇത് 95 ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. കോളേജിൽ പഠിക്കുമ്പോൾ വീട്ടിൽ വലിയ ബുദ്ധിമുട്ടാണ്. വലിയ ബുദ്ധിമുട്ടായിട്ട് അച്ഛൻ ആർമിയിലായിരുന്ന പൈസയൊക്കെ നഷ്ടപ്പെട്ട് പെൻഷൻ്റെ കാശ് പലിശ അതിൽ കൂടുതലാണ്. വീട്ടിൽ നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ കോളേജിൽ പഠിക്കുക, ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുക. അപ്പോൾ ജോലി അത്യാവശ്യമാണ്. അപ്പോൾ കോളേജ് ഉച്ചവരെയാണ്. അപ്പോൾ ദിവസവും ഞാൻ ഉച്ചയ്ക്ക് ശേഷം 1 മണിക്ക് ശേഷം ജോലി അന്വേഷിക്കാൻ പോകും. അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ജോലിയൊന്നും കിട്ടില്ല. അപ്പോൾ ഞങ്ങളൊരു ക്രിസ്ത്യാനികളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ എന്നെ ഭരണങ്ങാനത്ത് ഒരു പ്രാവശ്യം വിളിച്ചുകൊണ്ട് പോയി. അവർ പള്ളിയിരുന്ന് ബസ് അവരാ ഇൻചാർജ്. അപ്പോൾ എന്നെ ഫ്രീ ആയിട്ട് കയറാൻ പറഞ്ഞ് ഭരണങ്ങാനത്ത് കൊണ്ടുപോയി. ഭരണങ്ങാനത്ത് അൽഫോൺസമ്മയാണ്. അതൊക്കെ ഇപ്പോഴാണ് എനിക്കറിയാം. അൽഫോൺസമ്മ വേറെയാണ്, അമ്മ മാതാവ് വേറെയാണെന്ന്. എനിക്ക് എല്ലാ സ്ത്രീകളെ കണ്ട, സയൻസിനെ കണ്ട് കഴിഞ്ഞാൽ അമ്മ മാതാവാണ്. ആരെ കണ്ടാലും അമ്മ മാതാവ്. ആണുങ്ങളാണെങ്കിൽ അത് ഈശോ ആണ്. അങ്ങനെയാണ് ഞാൻ ധരിച്ചിരുന്നത്. സെൻറ്റ് സെബാസ്റ്റ്യനൊക്കെ കണ്ടാൽ അത് ഈശോ ആണ്. പ്രൈസ് ദി ലോർഡ്. എനിക്കിപ്പോഴാണ് അത് തിരിച്ചറിയണം. എന്താണെന്ന് ഹൈന്ദവ ആചാരപ്പടി ദൈവത്തിന് കുറേ അവതാരങ്ങളുണ്ട്. മഹാവിഷ്ണുവാണ്, അത് കുറേ അവതാരങ്ങളുണ്ട്.
അപ്പോൾ അതുപോലെ ഞാൻ ധരിച്ചിരിക്കുക. അപ്പോൾ അവിടെ പറഞ്ഞ് അന്ന് അൽഫോൺസാമ്മയുടെ ഒരു തറവാട് വീടുണ്ട്, പ്രാർത്ഥിക്കുന്ന മുറിയിൽ പോയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് ചെവി പറഞ്ഞ് ഇവിടെ 3 കാര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിലൊരു കാര്യം നടക്കും കേട്ടാ, പ്രൈസ് ദി ലോർഡ്. 3 കാര്യം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന്, എനിക്ക് ജോലി തന്നെ അത്യാവശ്യം, ജോലി അത്യാവശ്യമാണ്. പിന്നെ ജോലി അത്യാവശ്യമാണെന്ന് വെച്ചാൽ ജോലി, പിന്നെ രണ്ടാമത് എന്ത് ജോലി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രണ്ടാമത്തെ കാര്യമാവും. അപ്പോൾ ചിലപ്പോൾ ജോലി കിട്ടും, എന്ത് ജോലി എന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ കിട്ടിയില്ലേ, 3-ൽ 1 നടക്കുമോ. പിന്നെ വേറെ കാര്യം കൂടി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ജോലിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിച്ചപ്പോൾ എൻ്റെ സ്വന്തത്തിൽ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുക, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല ജോലി. അന്ന് അത്രയും ലോകപരിചയമേ ഉള്ളൂ. എൻ്റെ സ്വന്തത്തിൽ ഒരാൾ ടൈയൊക്കെ കെട്ടി തിരുവനന്തപുരത്തിരുന്ന ഒരു കല്യാണത്തിൽ വെച്ച് ഞാൻ കണ്ടതാണ്. ഇവിടെ വന്നപ്പോൾ ഷൂ ഒക്കെ ഇട്ട് നല്ല ടിപ്പ് ടോപ്പായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് കോളേജിൽ പോകാൻ ആകെ 2 പാൻസേ ഉള്ളൂ, ഒരു പ്ലാസ്റ്റിക് ചെരുപ്പും ഉണ്ട്. അപ്പോൾ ഞാനൊന്നും ഷൂ ഒന്നും അതുപോലെ ഒന്നും കണ്ടിട്ടില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ ഷൂ ഉണ്ട്, പക്ഷേ ഇപ്പോൾ അതൊന്നും ആലോചിച്ച് നോക്കാൻ പറ്റില്ല. അപ്പോൾ മെഡിക്കൽ ട്രിപ്പ് നല്ല ജോലിയാണ്. അപ്പോൾ ഞാൻ അവിടെ എല്ലാവരും മുട്ടിപ്പോയി നിന്നപ്പോൾ അൽഫോൺസാമ്മ പ്രാർത്ഥിച്ച മുറിയിൽ പോയിട്ട് ഞാൻ പറയാം, അമ്മ മാതാവേ, എല്ലാം എനിക്ക് അമ്മ മാതാവല്ലേ, അമ്മേ എനിക്ക് മെഡിക്കൽ റെപ്പായിട്ട് ജോലി നീ എനിക്ക് താകട്ടെ, അത്യാവശ്യമാണ്, എനിക്ക് മെഡിക്കൽ റെപ്പായിട്ട് ജോലി താകട്ടെ, എനിക്ക് മെഡിക്കൽ റെപ്പായിട്ട് ജോലി താ. പിന്നെ 3-ൽ എന്ത് നടന്നാലും മെഡിക്കൽ റെപ്പായിട്ടല്ലേ തന്നേ പറ്റൂ, അമ്മയ്ക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇത് ടെക്നിക്കാണ് കേട്ടോ. നമ്മളൊക്കെ ചോദിക്കുമ്പോൾ ഏറ്റവും വലിയ രഹസ്യം പറഞ്ഞു തരാം. പ്രാർത്ഥിക്കുമ്പോൾ പല കാര്യം ഒന്നും ചോദിക്കേണ്ട, ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, എനിക്കിതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അതൊന്നും നീ തരണ്ട, നിനക്ക് ഇഷ്ടമുള്ളത് എനിക്ക് തന്നാൽ മതി. പക്ഷേ ഈ കാര്യമൊക്കെ എനിക്ക് ആവശ്യം പോലെ പലവർക്കും ആവശ്യമുണ്ട് കേട്ടോ. നിന്നോട് പ്രാർത്ഥിച്ചവർ പലവർക്കും ആവശ്യമുണ്ട്, അവർക്കൊക്കെ നീ സാധിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നിന്നോടുള്ള വിശ്വാസം അവർക്ക് കൂടും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ നിനക്കത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ് നീ ചെയ്യുന്നത്, അവർക്ക് വിശ്വാസം വളരാൻ വേണ്ടിയിട്ടാണ് നീ ചെയ്യുന്നത്. ദൈവരാജ്യത്തെ നീ അന്വേഷിക്കുമ്പോൾ നിനക്കതിൻ്റെ കൂടെ ചേർന്ന് കിട്ടും. അത് മത്തായി 6:33. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കേണ്ട മെത്തേഡ് ഇങ്ങനെയാണ്, ദൈവരാജ്യമാക്കി മാറ്റണം. മറ്റുള്ളവരുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് നടക്കുമ്പോൾ ആ കാര്യം അവർക്ക് വിശ്വാസത്തിൽ അവർ വളരും, അവർ നിത്യജീവൻ പ്രാപിക്കും, അത് നീ മഹത്വപ്പെടും, നിൻ്റെ ആഗ്രഹം നടക്കുമെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണ്. നിൻ്റെ കാര്യം അതിൻ്റെ കൂടെ അമ്മ നടത്തിത്തരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ 3 ഇത് പ്രാർത്ഥിച്ച് എന്നിട്ട് ഇതുപോലെ തന്നെ ഞാൻ ദിവസവും കോളേജ് 1:15 കോളേജ് കഴിയും. അത് കഴിഞ്ഞ് മട്ടാഞ്ചേരിയിലാണ് മാർക്കറ്റ്. അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ കമ്പനി കയറി ഇറങ്ങി ജോലി ഉണ്ടെന്ന് അന്വേഷിക്കും. അതിനൊരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കമ്പനിയിൽ കൊച്ചിൻ സിലിക്കേറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, സ്റ്റാർ മൂല എന്ന് പറയും. പണ്ട് ഒരു കൊച്ചിയിൽ സ്റ്റാർ തിയേറ്റർ എന്നൊക്കെ പറഞ്ഞൊരു തിയേറ്ററുണ്ട്, അത് സ്റ്റാർ മൂല എന്ന് പറയും, അവിടെയാണ് കമ്പനി. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും അയാൾ ഒരു സേട്ടുവാണ്, ഗുജറാത്തിയാണ്. ആൾ പറഞ്ഞ് ജോലിയുണ്ട് തരാം, ദിവസം 10 രൂപ ശമ്പളം കേട്ടാ വന്ന്, 300 രൂപ ശമ്പളം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സന്തോഷമായി. 300 രൂപ എന്ന് പറഞ്ഞാൽ പഠിപ്പിന് ഒരു 50 രൂപ, എനിക്ക് ഗൈഡ് വാങ്ങിക്കാനൊക്കെ ഉണ്ടെങ്കിലും വീട്ടിലൊരു 250 രൂപ കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താ ജോലിയെന്ന് ചോദിച്ചപ്പോൾ അവർ ഫിനോയിൽ ഉണ്ടാക്കണ കമ്പനിയാണ്. ഈ ഫിനോയിൽ ക്യാൻ ഓരോ സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജോലി കിട്ടിയ സന്തോഷത്തിൽ മനസ്സിലിങ്ങനെ ഓർത്ത് മെഡിക്കൽ റെപ്പില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിന് ഡിഗ്രി വേണം കേട്ടാ. അമ്മയോട് ചോദിക്കുമ്പോൾ നിഷ്കളങ്കത ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നിഷ്കളങ്കതയാണ്. ഡിഗ്രി ആവശ്യമുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് മാർക്ക് എണ്ണി നോക്കുമ്പോഴത്തേക്കും 40 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് 90 മാർക്ക് വേണം. നിങ്ങൾ പ്രാർത്ഥിക്കില്ല. ഇനി പ്രാർത്ഥിച്ചിട്ടുണ്ട് കാര്യം, ഞാനവിടെ ആൻസർ ഷീറ്റെല്ലാം എഴുതി കൊടുത്തു കഴിഞ്ഞല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇതേപോലെ ഒരു കൊച്ച് ഞങ്ങൾ റാലി നടത്തിയായിരുന്നു, കോയമ്പത്തൂർ റാലി നടത്തുമ്പോൾ നിർമ്മല കോളേജിലാണ് നടത്തിയത്. ആ സിസ്റ്റർ ഇന്ന് വന്നിട്ടുണ്ട് ഇവിടെ, ഈ കൂട്ടത്തിലൂടെയുണ്ട്. നിർമ്മല കോളേജിൽ സിസ്റ്റർ സെൽവം സിസ്റ്ററാണ് ഞങ്ങളുടെ കൂടെ ഹെൽപ്പ് ചെയ്യണം. മാതാവിൻ്റെ സ്വന്തം മോളാണ്. പ്രൈസ് ദി ലോർഡ്.
ഞങ്ങൾക്ക് നല്ല സഹായമാണ് പ്രാർത്ഥന നടത്താനൊക്കെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ റാലിയൊക്കെ നടത്തി. റാലിയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടുത്തെ സിസ്റ്റർ കുറേ പേരെ ഇങ്ങനെ നിർത്തി, ബ്രദർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൊച്ച് വന്നിട്ട് എന്ത് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചപ്പോൾ ആ കൊച്ച് ധൈര്യത്തോടെ എന്നോട് പറഞ്ഞ്, എനിക്ക് 80% മാർക്ക് ഫിസിക്സിൽ കിട്ടിയില്ലെങ്കിൽ എനിക്ക് സീറ്റ് കിട്ടില്ല, കട്ട് ഓഫ് മാർക്ക് കുറഞ്ഞു പോകും. ഞാൻ കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് 40 കൂടുതൽ കിട്ടില്ല. ഞാൻ എന്ത് ചെയ്യണോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. എനിക്ക് അവളുടെ വിശ്വാസം ഇഷ്ടപ്പെട്ട്. അവൾ ഓൾറെഡി പരീക്ഷ എഴുതി ആൻസർ ഷീറ്റ് കൊടുത്തു കഴിഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. അവളെ പറഞ്ഞു, ഞാൻ പറഞ്ഞു അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കും. ഇവിടെ 2 മാസം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ വന്നിട്ട് വെള്ളിയാഴ്ച ദിവസം സിസ്റ്റർ വഴി അവൾ വന്ന് സാക്ഷ്യം പറഞ്ഞ് അവൾക്ക് 85% മാർക്ക് കിട്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിഷ്കളങ്കതയാണ്. നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് നോക്കുമ്പോൾ, ബുദ്ധി പ്രകാരം നോക്കുമ്പോൾ ഞാനും ഓൾറെഡി എഴുതി കൊടുത്ത് അതിൽ എത്ര നോക്കിയാലും ചെക്ക് ചെയ്യണം, അവന് 40 മാർക്കല്ലേ ഇടാൻ പറ്റുള്ളൂ. എപ്പോട്ടെ മാർക്ക് ഇടേണ്ട കാര്യങ്ങൾ, നിങ്ങളെ മാർക്കെല്ലാം വചനം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ഒന്നും തന്നെ വചനമില്ലാതെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ആ വചനം ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുക? അമ്മയുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കണം നമുക്ക് വേണ്ടിയിട്ട്. അവൻ പറയുന്നത് ചെയ്യുക എന്ന് വെച്ചാൽ വചനം പാലിക്കേണ്ട ചുമതല അമ്മയെ ഏൽപ്പിച്ചിരിക്കണം ഈശോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ നിഷ്കളങ്കതയാണ്, കുഞ്ഞായിട്ട് മാറി. ആ കൊച്ച് കുഞ്ഞായിട്ട് മാറി. അവൾ ബുദ്ധി ഉപയോഗിച്ചില്ല. ഇതെങ്ങനെ സാധിക്കും, എങ്ങനെ സാധിക്കാനാ? ഞാൻ 40 മാർക്കിൻ്റെ എഴുതിയിട്ടുള്ളൂ. ഞാൻ ചോദിക്കണ പോലും തെറ്റല്ലേ, പ്രാന്താണെന്ന് പറയും ആൾക്കാർ. പക്ഷേ നാട്ടുകാർ പ്രാന്താണെന്ന് പറഞ്ഞാൽ അമ്മ ഒരിക്കലും സ്വന്തം കുഞ്ഞിനെ പ്രാന്താണെന്ന് പറയില്ല. അമ്മ നോക്കുന്നത് എൻ്റെ മകൻ, എൻ്റെ മകൾ ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ തന്നെ ഞാൻ ഡിഗ്രിയാണ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിന് ആവശ്യം. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുക. ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ചേർന്നിട്ടേ ഉള്ളൂ. മെഡിക്കൽ റെപ്പ് എന്ന് പറഞ്ഞ് 3 എണ്ണം ചോദിച്ചിരിക്കുക. അതും അൽഫോൺസമ്മയുടെ മുമ്പിൽ അമ്മ മാതാവി എന്ന് പറഞ്ഞാൽ ചോദിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ജോലി എനിക്ക് കിട്ടിയത് ഫിനോയിൽ കൊണ്ടുപോയിട്ട് അവർ കൊടുക്കണം. അത് പല സ്ഥലത്ത് കൊടുക്കണം. ചിലപ്പോൾ ബസ്സിൽ കയറ്റി കൊടുക്കണം. അടുത്തൊക്കെയാണെങ്കിൽ സൈക്കിളിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഉന്തിക്കൊണ്ടുപോയി കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ ജോലിക്ക് കയറി. എനിക്ക് ഈ സാക്ഷ്യം പറയാമെന്നൊന്നും അന്ന് അറിയില്ല, നന്ദി പറയണമെന്നോ അങ്ങനെയൊന്നും അറിയില്ല. അമ്മ തന്ന് ഞാൻ ചിലപ്പോൾ നടന്നു പോകും, മറവക്കാട് വരെയൊക്കെ നടന്നു പോകും. നടന്നു പോയി പ്രാർത്ഥിക്കും. സൈക്കിൾ വാടകയ്ക്ക് എടുക്കാനുള്ള കാശൊന്നുമില്ല അന്ന്. അവിടെ നിന്ന് 10-17 കിലോമീറ്റർ ഉണ്ട്. നടന്നു പോയിട്ട് നടന്ന് വരും. അമ്മയോട് പോയി എന്തെങ്കിലും സംസാരിക്കും. മനസ്സിൽ സങ്കടം വരുമ്പോൾ അങ്ങനെ ശീലിക്കണം. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥനയെന്ന് പറയണത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണതാണ്. നമ്മളൊക്കെ ചെയ്യുന്നത് അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് ചെവി കൊടുത്ത് കേൾക്കില്ല. ഇങ്ങോട്ട് ചെവി കൊടുത്ത് കേൾക്കേണ്ടത് നിങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ എടുത്ത് അമ്മ എന്താ പറയണമെന്ന് ചോദിക്കണം. എന്നിട്ട് അത് വിശ്വസിക്കണം. നിങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് ഈ നല്ല അനുഗ്രഹത്തിൻ്റെ വചനം തന്നെ കിട്ടണമെന്ന് പറഞ്ഞു. 1 അത് കിട്ടിയില്ല, 2 കിട്ടിയില്ല, 3 എന്നിട്ട് തപ്പി പിടിച്ചിട്ട് ഇത് കിട്ടി. അങ്ങനെ പറഞ്ഞാൽ അത് അമ്മ സംസാരിക്കില്ല. പ്രൈസ് ദി ലോർഡ്. എന്ത് കിട്ടിയാലും വചനം ശക്തിയാണ്. ആ വചനം വായിക്കണം. അമ്മ സംസാരിച്ചിട്ടുണ്ട്. അമ്മ എനിക്കിത് മനസ്സിലായില്ല പറയണം. ഇത് മനസ്സിലായില്ല, നീയാ ഇപ്പം സംസാരിച്ച, എനിക്ക് മനസ്സിലായില്ല. അമ്മ മനസ്സിലാക്കിച്ച് തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ഒരു 10-15 ദിവസമായിട്ടുണ്ടോ, 10 ദിവസം പിന്നെയും കഴിഞ്ഞിട്ടുണ്ടാവും. കറക്റ്റ് ഡേറ്റ് അറിയില്ല. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ആ കൊച്ചിൻ സിലിക്കേറ്റ് എനിക്ക് ജോലി കിട്ടിയ കമ്പനി, ഞാൻ ഉച്ചയ്ക്ക് ശേഷം നിൽക്കുക, വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു ലോറി നിൽക്കുക, അതിൽ നിന്ന് കുറേ പെട്ടികൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്നെയും പൊക്കാൻ പറഞ്ഞ കോമ്പൗണ്ടിൻ്റെ അകത്ത് അട്ടിക്കാരിക്ക് കയറാൻ പറ്റില്ല, ഇത് കോമ്പൗണ്ടാണ്. അപ്പോൾ അവിടെ പെണ്ണുങ്ങളാണ് സ്റ്റാഫ്, വെയിറ്റ് ഇല്ലാത്ത പെട്ടി അതൊക്കെ ഇറക്കി വയ്ക്കുമ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്കും ഒരു മെഡിക്കൽ റെപ്പിൻ്റെ ബാഗും അതിലിരുന്ന് ഒരു പെട്ടിയിലിരുന്ന് ഇറങ്ങിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ വർക്ക് ചെയ്യണ കമ്പനിയുടെ മുതലാളി ഹൈദരാബാദിലെ അയക്ക് മരുന്ന് കമ്പനിയുണ്ട്, എലിഗൻറ്റ് ഫാർമ എന്ന് പറഞ്ഞു. അപ്പോൾ അത് അയാൾ ഫ്രീ ആയിട്ട് ഈ കമ്പനി കൊച്ചിയിൽ കൂടി തുടങ്ങണമെന്ന് പറഞ്ഞ് ഞങ്ങളെ മുതലാളിക്ക് ആ കമ്പനി തുടങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിരിക്കുക. എന്നിട്ട് അന്ന് വൈകുന്നേരം അതിൻ്റെ കൂടെ അവരുടെ മുതലാളിയും റെപ്രസെൻറ്റേറ്റീവ് വന്ന് എന്നെ വിളിച്ച. അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ കുറച്ച് പഠിച്ച ആൾ. 200 ആൾ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് വലിയ വിദ്യാഭ്യാസമില്ല, ബാക്കിയെല്ലാം പെണ്ണുങ്ങളാണ്. എന്നെ വിളിച്ചിട്ട് എന്നോട് ഒരു ബാഗ് ഏൽപ്പിച്ചിട്ട് ഒരു പാംഫ്ലെറ്റും കൈ തന്നിട്ട്, ഇത് നിനക്ക് 3 ദിവസത്തെ ട്രെയിനിങ് ഇങ്ങേര് ഇവിടെ വെച്ച് തരും. നീ നാളെ തൊട്ട് നിൻ്റെ കോളേജിൽ പഠിക്കണ കുറേ പിള്ളേരുടെ അച്ഛനും അമ്മയൊക്കെ ഡോക്ടേഴ്സല്ലേ,
നിനക്ക് കുറച്ച് പഠിപ്പിച്ചു തരുമോ? നീ മെഡിക്കൽ റെപ്പായിട്ട് വർക്ക് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ കേൾപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. അമ്മ മാതാവാ, ചോദിക്കണത് ലഭിച്ചിരിക്കുന്ന നിൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് വിശ്വാസം ഉണ്ടാകണം അതുപോലെ. പ്രൈസ് ദി ലോർഡ്. ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ അത് ചോദിക്കാനും അറിയണം കേട്ടോ. അതുപോലെ ചോദിക്കണം, നിഷ്കളങ്കതയോടെ. ചെറിയ കുഞ്ഞായിട്ട് മാറണം, ചെറിയ കുഞ്ഞായിട്ട് മാറണം. അമ്മയെ ആശ്രയിച്ച് ജീവിക്കണം, അമ്മയോട് തന്നെ ചോദിക്കണം പറയേണ്ട കാര്യങ്ങൾ ആരെന്ത് ചെയ്താലും. പിന്നെ രണ്ടാമത് കുഞ്ഞായിട്ട് മാറേണ്ട അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യം രണ്ടാമത് എങ്ങനെയാണ് കുഞ്ഞായിട്ട് മാറുക? അത് ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഫിലിപ്പിയർ 2:14-15. ഫിലിപ്പിയർ 2-14-15. നീ ഒരിക്കലും തർക്കിക്കരുത്, ഒരാളെയും കുറ്റം പറഞ്ഞില്ലെങ്കിൽ നീ ദൈവത്തിൻ്റെ കുഞ്ഞായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ഇത് അമ്മയ്ക്ക് ആ സ്വഭാവം ഉണ്ടായിരുന്നു, അമ്മയുടെ സ്വഭാവം ഇതൊക്കെ. എന്ത് തന്നെ സംഭവിച്ചാലും അവിടെ ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞ്, നീ ലോകത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിനെ തന്നെ നീ പ്രസവിക്കും, ഈ ലോകത്തിൻ്റെ രക്ഷാവായ ദൈവത്തെ തന്നെ നീ പ്രസവിക്കും, അവൻ്റെ രാജ്യം ഒരിക്കലും അവസാനിക്കില്ലെന്നൊക്കെ വാക്ക് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ദിവസം പ്രതികൂലമാണ് സംഭവിക്കണം. അടുത്ത ദിവസം തൊട്ട് പ്രതികൂലമാണ് സംഭവിക്കണം. എല്ലാം നാട് വിട്ടു പോകേണ്ടി വന്ന്, ഗർഭവതിയായിരിക്കുമ്പോൾ തന്നെ നാട് വിട്ടു പോകേണ്ടി വന്ന്, പ്രസവം ഒരാൾ പരിചയമില്ലാത്ത സ്ഥലത്ത്, അത് രാത്രി നേരത്ത് തൊഴുത്തിലാണ് പ്രസവം. ഈ ലോകത്തിൻ്റെ ദൈവം തന്നെ ഉദരത്തിലുള്ളപ്പോൾ സംഭവിക്കണ കാര്യമൊക്കെ പ്രതികൂലമാണ്. അമ്മ മാതാവ് കംപ്ലൈൻറ്റ് പറയാൻ പോയില്ല, തർക്കിക്കാൻ പോയില്ല. പ്രൈസ് ദി ലോർഡ്. ഇതെന്താ ഇത്? മാലാഖ ഇത് വന്നിട്ട് വച്ചിച്ചാണോ? പറയണതൊന്ന് ചെയ്യുന്നത് വേറെയാണെന്നൊന്നും ചോദിക്കാൻ പോയില്ല. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ അമ്മയുടെ മക്കളായി അമ്മ നിൽക്കുമ്പോൾ അമ്മയുടെ സ്വഭാവം തന്നെ നമുക്കുണ്ടാകണം. ആരെന്ത് ചെയ്താലും ഒരു പരാതിയില്ല. ഭർത്താവ് എന്ത് ചെയ്താലും, ഭർത്താവ് വെള്ളമൊടിക്കട്ടെ, ഒരു പരാതിയില്ല. നീ തന്നതാ, നീ വിളമ്പുന്നത് ഞാൻ ഭക്ഷിക്കും. ഈശോ പറഞ്ഞിട്ടുണ്ട്. ഈശോ ഡയറക്റ്റ് പറഞ്ഞ കാര്യങ്ങളിലാണ് ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞിരിക്കുക. ലൂക്ക 10:8 നിൻ്റെ പാത്രത്തിൽ വിളമ്പുന്നത് നീ ഭക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. നീ എനിക്ക് വിളമ്പിരിക്കുക, ഞാൻ ഭക്ഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അമ്മായിയമ്മ കുറ്റം പറഞ്ഞാൽ ഞാൻ കുറ്റം പറയില്ല, തർക്കിക്കില്ല. ഭർത്താവിനോട് ഞാൻ പറയില്ല. നീ വിളമ്പി വച്ചിരിക്കുന്നതാ, ഞാൻ അമ്മയുടെ കുഞ്ഞാണ്. തലയും ചൊറിഞ്ഞുകൊണ്ട് മനസ്സുകൊണ്ട് ഞാൻ അമ്മയോട് പറയും കേട്ടോ. കുഞ്ഞുങ്ങളങ്ങനെയാണ് പറയണത്. കുഞ്ഞിനെ പിച്ച് നോക്കിയേ, തിരിച്ച് പിച്ചാനുള്ള ധൈര്യവും ശക്തിയും അതിനില്ല. അമ്മയോട് പറയും. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാലത്ത് ഇതുപോലെ ഞാൻ പറഞ്ഞായിരുന്നു, അമ്മയോട് പറയുമെന്ന് ഞാൻ പറഞ്ഞ്. അമ്മയ്ക്ക് പണ്ട് തൊട്ടേ ഹൃദയത്തിൽ ശുഷിക്കുന്ന സ്വഭാവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അമ്മയോട് പറയും. അതൊന്ന് പഠിക്കണം കേട്ടാ. എന്ത് വന്നാലും, എന്ത് പീഡനം വന്നാലും ഞാൻ അമ്മയോട് പറഞ്ഞോളാം, അമ്മ നോക്കിക്കോളും. പ്രൈസ് ദി ലോർഡ്. എനിക്കതിനുള്ള ശക്തിയില്ല, ഞാൻ അമ്മയോട് പറയും. ഞാനിത് സിവിൽ സപ്ലൈസിൻ്റെ കോൺട്രാക്ടറായിട്ട് ജോലി ചെയ്യുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ, ഞാൻ പേര് പറയണില്ല, ഇത് ലൈവ് റെക്കോർഡിങ് പോകുന്നതുകൊണ്ട് ഞാൻ പേര് പറയണില്ല, സിവിൽ സപ്ലൈസിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഞങ്ങൾ 4 സപ്ലൈസ് ഉണ്ട്. അയാൾക്ക് എന്നെ കണ്ടുകൂടാ, തീരെ കണ്ടുകൂടാ. അയാൾക്ക് എന്താണെന്നറിയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർ ഈ ലോഡ് ഇൻസ്പെക്റ്റ് ചെയ്യാൻ ഇവരെ വണ്ടിയിലിരുത്തി കൊണ്ടുപോകണം, കാറ് പിടിച്ച് കൊണ്ടുപോകണം. ഒരാൾ കാറ് പിടിച്ച് കഴിഞ്ഞാൽ വലിയ ചിലവാന്ന് പറഞ്ഞ് 4 സപ്ലൈസ് ചേർന്നുകൊണ്ട് പൈസ പിരിച്ചിട്ട് കാറിലാണ് അയാളെ കൊണ്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്. കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ തന്നെ ഇയാളുടെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി കാറ് നിർത്തണം. തൃശ്ശൂരിലാണ്. വീടിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി കാറ് നിർത്തുമ്പോൾ ഇയാൾ വീട്ടിൽ ഇരുന്ന് ഇറങ്ങി വരിക. അയാളെ പവർ. എന്ത് സാധനം വന്നാലും അവർ ഇൻസ്പെക്റ്റ് ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്താലേ അത് എടുക്കുകയുള്ളൂ. റിജക്റ്റ് എന്ന് പറഞ്ഞ് എഴുതിയ ലക്ഷങ്ങൾ നമുക്ക് നഷ്ടം വരും, വലിയ നഷ്ടമാണ്. അപ്പോൾ ഇയാൾ എന്നെ കണ്ടപ്പോൾ തന്നെ എന്തോ കാര്യമോ എപ്പോഴോ അയാളോട് സംസാരിച്ചാൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അയാൾ എന്നെ കണ്ടപ്പോൾ തന്നെ ബാക്കി 3 പേരോട് പറഞ്ഞ്, ഇവനെ വിളിച്ചുകൊണ്ട് വരരുതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഇവൻ ഈ വണ്ടി കയറി ഞാൻ കയറില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവരെല്ലാം കൂടി അപ്പം തന്നെ എനിക്ക് വലിയ സങ്കടമായി. അപ്പം തന്നെ ആ 3 പേരും പോയിട്ട്, സാർ വന്നോട്ടെ, അയാൾ എവിടെയെങ്കിലും ഇരുന്നോട്ടെ, ഇവിടെ വരെ വന്നതല്ലേ, നീ തിരിച്ചു അയക്കും പാലക്കാട്. അവിടെ നിന്ന് പാലക്കാട് പോകാനാണ്. പാലക്കാട് എൻ്റെ ലോഡും കൂടി ഉണ്ട്, അത് ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടവുമായി, പേടിയുമായി.
എന്നിട്ട് ഒരു കണക്കിന് അവനെ പിടിച്ച് മൂലയിൽ നിർത്തുമെന്ന് പറഞ്ഞ് ആ സീറ്റിൻ്റെ ഇയാൾ ഫ്രണ്ടിൽ കയറി സീറ്റിൻ്റെ ബാക്കിൽ മൂല ഇങ്ങനെ ഇരിക്കുക. ഒരു 6 മണിക്കൂർ വണ്ടി ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ടയർ പഞ്ചറായി വണ്ടിയുടെ. ടവാർ എന്ന് പറഞ്ഞ സൗണ്ട് കിട്ടും. ഇവൻ താഴെ ഇറങ്ങിയിട്ട് ഈ ഉദ്യോഗസ്ഥൻ ഇവരോടൊക്കെ മുമ്പിൽ വെച്ച ഡ്രൈവർ, എനിക്ക് പരിചയമുള്ള ഡ്രൈവറുമാണ്, അയാളെ മുമ്പിൽ വെച്ച് നാണക്കേട. അയാളെ ഞാൻ പണ്ട് വിളിക്കാറുള്ള പല സ്ഥലത്തേക്ക്, എൻ്റെ വീട്ടിലൊക്കെ അയാൾ വന്നിട്ടുള്ള ഓട്ടത്തിൽ. അയാളെ മുമ്പിൽ വെച്ചിട്ട് ഈ ഭാഗ്യം കെട്ടവനെ കയറ്റുമ്പോഴേ ഞാൻ പറഞ്ഞ ഇതുപോലെയൊക്കെ സംഭവിക്കുമെന്ന്, ഇപ്പോൾ പഠിച്ചാൽ നിങ്ങളൊക്കെ കൂടി എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് ഒച്ചയും ബഹളവും തുടങ്ങി. പ്രൈസ് ലോർഡ്. ഞാൻ ഇങ്ങനെ നിൽക്കുക. എൻ്റെ ജീവിതത്തിൽ ആരും ഇങ്ങനെ പറഞ്ഞു, ഭയങ്കര സങ്കടമാണ്. ഒരു കാര്യമില്ലാതെ ഇങ്ങനെ പറയുക. ഞാൻ ഇത് കയറി അയാൾ ഒരു കണക്കിന് അവിടെ പോയി, ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. മിണ്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ അയാൾ പോയി ലോഡ് റിജക്റ്റ് ചെയ്യും, അത് നഷ്ടം വരും. ഇതെല്ലാം കേട്ടിട്ട് രാത്രി വന്ന് അമ്മയുടെ മുമ്പിൽ മുട്ടിപ്പേ നിന്ന്, ഞാൻ അത്രയും സങ്കടപ്പെട്ടിട്ടില്ല, ഒരു കാര്യത്തിൽ സങ്കടപ്പെട്ടില്ല. ഞാൻ അമ്മയോട് പറഞ്ഞ് എനിക്ക് ഭയങ്കര മോശമായിപ്പോയി കേട്ടോ അമ്മ, സങ്കടമായിപ്പോയി, എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അമ്മ സൂക്ഷിക്കും. ഞാൻ അയാളെ പ്രതികാരമൊന്നും വീട്ടാൻ പറഞ്ഞില്ല, എൻ്റെ സങ്കടം പറഞ്ഞെന്നുള്ളൂ. നമ്മുടെ സങ്കടം പറഞ്ഞാൽ മതി. അയാൾ നഷ്ടപ്പെടണം, അയാൾക്ക് നഷ്ടം ഉണ്ടാകണമെന്നൊന്നും അമ്മ പറയണ്ട, അയാൾ നശിക്കണമെന്നൊന്നും പറയരുത് ഒരിക്കലും. പ്രൈസ് ദി ലോർഡ്. സങ്കടങ്ങൾ അമ്മയോട് പറയുമ്പോൾ അമ്മ തലേ തൊടുമ്പോൾ, അന്ന് എൻ്റെ അമ്മ ജീവിച്ചിരിപ്പില്ല. പ്രൈസ് ദി ലോർഡ്. അമ്മ തലേ തൊടുമ്പോൾ സാരമില്ലടാ മോനെ എന്ന് പറയുമ്പോൾ ഒരു സമാധാനം, ആ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് പറയണത്. പക്ഷേ ഈ അമ്മ നമ്മളുടെ അമ്മയാണെങ്കിൽ തലയിൽ കൈവച്ചിട്ട് സാരമില്ലടാ പോട്ടടാ എന്ന് പറഞ്ഞു വിടും. പക്ഷേ ഈ അമ്മ തലയിലും കൈവയ്ക്കും, മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. 4 കൊല്ലം കഴിഞ്ഞപ്പോൾ അമ്മ എനിക്ക് ഒന്ന് ഇതിന് വേണ്ടിയിട്ടാണെന്ന് ഒന്ന് ഒരു ചെറിയ പ്രശ്നത്തിൽ അതിൽ എൻ്റെ സഹായം അയാൾക്ക് ആവശ്യം വന്ന്, അയാൾ ചെറിയ പ്രശ്നമല്ല, അയാൾക്ക് വലിയൊരു പ്രശ്നം വന്ന് അയാൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന്, ഞാൻ അറിഞ്ഞു വെച്ചെങ്കിൽ അയാളെ കാത്ത് കെട്ടി നിൽക്കാൻ പറയില്ല. എൻ്റെ സ്റ്റാഫ് എന്നോട് പറയാത്ത, ഞാൻ വീടിൻ്റെ അടുത്ത് ഉറങ്ങിയായിരുന്നു. 3 മണിക്കൂർ വീടിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് എൻ്റെ കൈ പിടിച്ചുകൊണ്ട്, കൊന്തയുണ്ട്, അയാൾ കരഞ്ഞിട്ട് എന്നെ ഒന്ന് സഹായിക്കണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ആ ലെവലിലേക്ക് എന്നെ ദൈവം ഉയർത്തി, അത് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട്. പ്രൈസ് ദി ലോർഡ്. അമ്മ മാതാവിന് അത്രയും കരുതലുണ്ട് നമ്മളോട്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞായിട്ട് മാറണം. രണ്ടാമത്തെ മെത്തേഡ്, ആദ്യം കുഞ്ഞായിട്ട് മാറണം, രണ്ടാമത് ഈ കുഞ്ഞായിട്ട് മാറണമെങ്കിൽ ഒന്നും കുറ്റം പറയരുത്, മൂന്നാമത് കുഞ്ഞായിട്ട് മാറണമെങ്കിൽ കുഞ്ഞിൻ്റെ അധികാരം ദൈവം നമുക്ക് തരുന്നത് യോഹന്നാൻ 1:12. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 1-ാം അധ്യായം 12-ാം തിരുവചനം. പ്രൈസ് ദി ലോർഡ്. അത് യേശുവിൽ വിശ്വസിക്കുമ്പോൾ കുഞ്ഞായിട്ട് മാറാനുള്ള അധികാരം നമുക്ക് കിട്ടും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൽ എങ്ങനെയാണ് വിശ്വസിക്കുക? പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു ആദ്യത്തേക്ക് തന്നെ നമുക്ക് വരാം. അത് റോമ 10-ാം അധ്യായം 17-ാം വചനം. നീ വചനം കേൾക്കുമ്പോഴാണ് നിനക്ക് വിശ്വാസം ഉണ്ടാകുക. യേശുവിനെ കുറിച്ചുള്ള വചനം കേൾക്കുമ്പോഴാണ് നിനക്ക് വിശ്വാസം ഉണ്ടാകുക. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇത് യേശുവെ ഈ വചനം കേൾക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരെ കൊണ്ടൊന്നും കേൾക്കാൻ പറ്റില്ല കേട്ടോ, എല്ലാവരെ കൊണ്ട് കേൾക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അതിന് ഒരു കൃപയുണ്ടാകണം. യേശുക്രിസ്തു പറയുകയാണ് ലൂക്ക 14:35, ചെവിയുള്ളവർ കേൾക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ചെവിയുള്ളവർ കേൾക്കട്ടെ എന്നാണ് പറയണത്. പ്രൈസ് ദി ലോർഡ്. ചെവിയുള്ളവർ കേൾക്കട്ടെ. ലൂക്ക 14:35. ഈ ഒരു രഹസ്യം മനസ്സിലാക്കി വെച്ചോ. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വായിച്ചതും നമുക്ക് മനസ്സിലാകില്ല, എപ്പോൾ തീർത്തെന്ന് നമുക്ക് മനസ്സിലാകില്ല. വചനം നമുക്ക് തിരിച്ച് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി തരണ്ടേ? പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ വിശ്വസിച്ച വചനം ഹൃദയത്തിൽ കയറിയാലല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെവി ഉള്ളവർക്ക് മാത്രമേ വചനം കേൾക്കൂ. കേൾക്കാനുള്ള കൃപയുള്ളവർക്ക് വചനം കേൾക്കാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ ദൈവം വചനം കേൾക്കാൻ വേണ്ടി വിളിക്കുക. അതിൻ്റെ അടുത്ത
അടുത്ത വാക്ക് ലൂക്ക 14:35 14-ാം അധ്യായം തീരെയാണ്. ലൂക്ക 15:1 അടുത്ത വാക്ക് തുടങ്ങിയ വചനം തുടങ്ങിയാണ്. ഇത് കേട്ടുടനെ ആരൊക്കെയാണ് വചനം കേൾക്കാൻ പോയത്? പാപികളും ചുങ്കക്കാരും കൂടിയാണ് വചനം കേൾക്കാൻ പോയത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവിടെ എല്ലാം തികഞ്ഞവരാണെന്ന് ഫരിസേയരും അവിടുത്തെ ടീച്ചേഴ്സൊക്കെ, ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സൊന്നും പോയില്ല, അവർ ഈശോ അടുത്ത് പോയില്ല. അവിടെ പക്ഷെ കൃപ ചെവി ആർക്കാ കൊടുത്തത്? പാവികൾക്കും ചുങ്കക്കാരനും. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു പാവിയും ചുങ്കക്കാരനെയും കുറിച്ച് പറയുന്നുണ്ട്. പാവികളും ചുങ്കക്കാരുടെ പ്രാർത്ഥനയാണ് വലുത്. എന്താ? അവർക്ക് ബോധ്യമുണ്ടായി, അവരനുതപിച്ചിരുന്ന് ഞാൻ പാവിയാണെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം കേൾക്കാൻ കൃപ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുതപിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളുടെ പാപത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം ഉണ്ടാകണം. ഞാൻ പാപിയാണ്, ഞാൻ ഈ പാപം ചെയ്തു പോയി എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. പാപത്തെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകണം. പാപത്തിൽ ഇരുന്ന് ഞാൻ എൻ്റെ വെള്ളിയാഴ്ച ക്ലാസ്സിൽ അവിടെ പറഞ്ഞായിരുന്നു, പാപം ചെയ്യാൻ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാം പാപം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാ പാപത്തിൻ്റെയും ഒരു ബോണസ് പാപത്തിൻ്റെ കൂടെ കൊടുത്തിരിക്കണം. എന്താണെന്ന് വെച്ചാൽ കുറച്ച് മധുരം, സന്തോഷം. ആ കുറച്ച് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ പാപം ചെയ്യുന്നത്. അത് കുറച്ച് സന്തോഷം, അത് വിഷമാണ്, അതറിയില്ല, പക്ഷെ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ പരിധി വരെ നമുക്ക് പാപം ചെയ്യാതെ ഇരിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പാപം ഒരേ പ്രാവശ്യം നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈശോനെ കുരിശ് മരണത്തേക്ക് വിട്ടുകൊടുക്കുക. ഈശോനെ ബലിയായിട്ട് ഈശോനെ കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരേ പ്രാവശ്യം നമ്മൾ പാപം ചെയ്യുമ്പോഴും ഈശോയുടെ നെഞ്ചത്തും കയ്യിലും നമ്മൾ ആണി കയറ്റുക. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് ഈശോയുടെ പുറത്ത് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത്. നിങ്ങൾ ഒരു നിമിഷം, ഞാനത് വെള്ളിയാഴ്ച എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞത്, അതിൽ ഒരേ പ്രാവശ്യം ആ കിടക്കുന്നത്, കുരിശിൽ കിടക്കുന്നത് നമ്മളെ സ്വന്തം മക്കളാണെങ്കിൽ ഒരേ പ്രാവശ്യം പാപം ചെയ്യുമ്പോൾ ഈശോയുടെ കയ്യിലേക്ക് ആണി കയറ്റണ പോലെ നമ്മളെ മക്കളുടെ കയ്യിൽ ആണി കയറണം, നെഞ്ചത്ത് ആണി കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാപം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. മക്കളെക്കാളും എത്ര ഇരട്ടിയാണ് നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നത്. സ്വന്തം ദൈവം, നമ്മളെ അമ്മയും അച്ഛനായ ദൈവം നമ്മളെ സ്നേഹിക്കുക. സ്വന്തം അമ്മയാണ് കുരിശിൽ കിടക്കണമെങ്കിൽ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുക. കുരിശിൽ ഈ ആണി കയറാൻ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുക. ബലി കൊടുക്കാൻ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒരേ പ്രാവശ്യം പാപം ചെയ്യുമ്പോഴും വേദനിക്കുന്നത് ഈശോയ്ക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഈശോനെയാണ് നമ്മൾ വേദനിപ്പിക്കുന്നത്. നമ്മുടെ സ്വന്തം അമ്മയും അച്ഛനുമാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ ഒരേ പ്രാവശ്യം നമ്മൾ പാപം ചെയ്യുമ്പോഴും വചനത്തിന് എതിരായിട്ട് നടക്കുമ്പോഴും വചനം കൊണ്ട് സൃഷ്ടിച്ച ദൈവം വചനത്തിനെതിരെ നടക്കുമ്പോൾ അത് വേദനിക്കുന്നത്, വചനത്തെ നിങ്ങൾ പൊട്ടിച്ച് കളയുമ്പോൾ, ദൈവം ഉണ്ടാക്കിയതിനെ നിങ്ങൾ പൊട്ടിക്കുമ്പോൾ വേദനിക്കുന്നത് ദൈവത്തിന് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ബോധ്യം ഉണ്ടാകണം. ഒരേ പ്രാവശ്യം നീ പാപം ചെയ്യുമ്പോൾ നിനക്ക് അല്പ സുഖം കിട്ടുമ്പോൾ അവിടെ വേദനിക്കുന്നത് നിൻ്റെ അമ്മയും മക്കളെക്കാളും സ്നേഹിക്കുന്ന ദൈവത്തിനാണെന്നുള്ളൊരു ബോധ്യം നിനക്കുണ്ടായാൽ മതി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ തന്നെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ പാപത്തിലിരുന്ന് വിട്ടുമാറി നിൽക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം കൂടി, ഈ വചനത്തെ പാലിക്കാനും പാപത്തിലിരുന്ന് വിട്ടുമാറാനും ഒരു വചനം കൂടി നമുക്ക് ധ്യാനിച്ചിട്ട് നമുക്ക് നിർത്താം. പ്രൈസ് ദി ലോർഡ്. അത് 1 തിമോത്തി 4-ാം അധ്യായം 8-ാം തിരുവചനം. നമ്മളെല്ലാം ശരീരത്തിന് ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ പരിശീലിക്കുക, എക്സസൈസ് ചെയ്യും. എക്സസൈസിന് എന്താ പറയുക? പരിശീലനം അല്ലേ? പ്രൈസ് ദി ലോർഡ്. എക്സസൈസ് ചെയ്യും. പക്ഷെ വചനം പറയുക, ശരീരത്തിന് നീ എക്സസൈസ് ചെയ്തിട്ട് ഒരു ബലവുമില്ല, ആത്മാവിനാണ് നീ പരിശീലനം കൊടുക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് തൊട്ടൊരു ഹോംവർക്കാണ്, നിങ്ങളെല്ലാവരും ഇന്ന് പോവുക, എഴുതി വയ്ക്കുക. നമുക്ക് പലവരും കാലത്തെ 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ എക്സസൈസ് നടക്കാൻ പോകും, ജിമ്മിന് പോകും, കുറേ എക്സസൈസൊക്കെ ചെയ്യും. അത് ചെയ്തോളൂ. പക്ഷേ ആത്മാവിനെ എക്സസൈസ്
ഒരു സമയം ഫിക്സ് ചെയ്യുക. ഞാൻ ഈ വെള്ളിയാഴ്ച കോയമ്പത്തൂർ ഞങ്ങളെ ഗ്രൂപ്പിന് ഞാൻ ഇതൊരു ഹോംവർക്ക് കൊടുത്തിരിക്കുക, എക്സസൈസ് ചെയ്യാനുള്ളത് കൊടുത്തിരിക്കുക. രാത്രി ഒരു 7 തൊട്ട് 10 വരെ ആത്മാവിൻ്റെ എക്സസൈസാണ്. പ്ലീസ് ലോഡ് അങ്ങനെ തീരുമാനിക്കുക. ഇല്ലെങ്കിൽ 6 തൊട്ട് 9 വരെ. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? എക്സസൈസ് അത് ചെയ്തോ, 1 മാസത്തേക്ക് ചെയ്തു നോക്ക്. നിങ്ങളുടെ ജീവിതം എങ്ങോട്ടാണ് പോകണമെന്ന് നിങ്ങൾ നോക്ക്. വ്യത്യാസം ഉണ്ടാകും. പല തടസ്സങ്ങൾ മാറിക്കിട്ടും. ഉറപ്പാണ് ഞാൻ പറയണത്. അത് എക്സസൈസ് ചെയ്യേണ്ടത് ആ 3 മണിക്കൂറും മൊത്തം ചെയ്യാൻ പാടാണ്. 3 മണിക്കൂർ നിങ്ങൾ ചെയ്യും. എന്നിട്ട് അത് സമയം കൂട്ടിയാൽ മതി. 3 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ 3:30 ആക്കുക, 4 മണിക്കൂറാക്കുക. നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുക. ഈ 6 മണി തൊട്ട് 9 മണി വരെ ഞാൻ ഒരാളെയും ചീത്ത വിളിക്കില്ല, ഒരാളെയും കുറ്റം പറയില്ല, മറ്റുള്ളവരുടെ കുറ്റം കേൾക്കില്ല, എനിക്ക് ഒരു പരാതിയുമില്ല, എന്ത് സംഭവിച്ചാലും നന്ദി പറയും. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ 6 തൊട്ട് 8 വരെ മുറിയും പൂട്ടി ഇരിക്കാനില്ല. മുറിയും പൂട്ടി ഇരുന്ന് അതിൽ അപ്പോൾ എക്സസൈസ് കിട്ടില്ല. അപ്പോൾ 6 തൊട്ട് 8 വരെ ഞാൻ സീരിയൽ കാണില്ല. ഓക്കെ, പ്രൈസ്. അത് നല്ല എക്സസൈസാണ്. ചിലവർ എക്സസൈസ് ചെയ്തിട്ട് എക്സസൈസ് ചെയ്യും. ഞങ്ങൾ കോയമ്പത്തൂരൊക്കെ 5 കിലോമീറ്റർ നടക്കും, റേസ് കോഴ്സ് റോഡെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ നല്ല ഹോട്ടലുണ്ട്, അന്നപൂർണ്ണ ഹോട്ടലുണ്ട്. എക്സസൈസ് ചെയ്തിട്ട് അവിടെ പോയിട്ട് നല്ല ഭക്ഷണവും കഴിക്കും. നല്ല മധുരമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്തതിൽ യൂസില്ല. എന്ന് വെച്ചാൽ ഈ 3 മണിക്കൂർ സഹനം ഉണ്ടായിട്ട് ഭർത്താവ് എന്ത് പറഞ്ഞാലും ഒന്നും കേൾക്കില്ല. അപ്പോൾ 9 മണി വരെ എക്സസൈസ്. 9:05 ആകുമ്പോഴത്തേക്ക് പിന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങരുത്. അപ്പോൾ പിന്നെ എക്സസൈസ് ചെയ്തിട്ട് മധുരം കഴിക്കണ പോലെ ആയിപ്പോവും, യൂസില്ല. പ്രൈസ് ദി ലോർഡ്. ആ സമയത്തത് അപ്പം ഡിലീറ്റ് ചെയ്ത് കളയണം. ആ 3 മണിക്കൂറിൽ ആരൊക്കെ ദൈവം ഓർമ്മിപ്പിക്കുന്നു അവരോടൊക്കെ ക്ഷമ പറയണം. ഫോൺ വിളിച്ചിട്ട് ക്ഷമ പറയണം, രമ്യപ്പെടണം, അവരോടെല്ലാം താഴ്മയാകണം. പ്രൈസ് ദി ലോർഡ്. എളിമപ്പെടണം. ആ രീതിയിൽ ആ 3 മണിക്കൂറിൽ പ്രാർത്ഥിക്കണം. വചനത്തിന്, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. ആ രീതി നിങ്ങൾ എക്സസൈസ് ചെയ്തു നോക്ക്. അതിന് മസിൽ വെച്ച് വരും. നിങ്ങളുടെ ആത്മാവിന് മസിൽ വെച്ച് വരും. സാത്താൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. പ്രൈസ് ദി ലോർഡ്. ഈ രീതി നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഇതൊക്കെ ഞാൻ പറയുന്നത് അടുത്ത പ്രാവശ്യം തൊട്ട് പറ്റുമെങ്കിൽ നോട്ട്ബുക്ക് കൊണ്ടുവരണം, ഇത് ഓർമ്മ വരും. ഇത് ഈസിയാണ്. 3 മണിക്കൂർ എക്സസൈസ് ആത്മാവിൻ്റെ എക്സസൈസാണ്. ആരെന്ത് ചീത്ത പിടിച്ചാലും എന്ത് പ്രലോഭനം വന്നാലും വചനത്തെ വിട്ട് ഞാനൊന്നും ചെയ്യില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കുഞ്ഞായിട്ട് മാറും. ദൈവത്തോട് അടുക്കാൻ ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്കൊരു തടസ്സവും ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാനിത് ചോദിക്കണത് കോയമ്പത്തൂർ ചോദിക്കും. എൻ്റെ കുറേ ഈ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചെന്ന് ബോധ്യമുള്ളവരൊന്ന് കൈപൊക്കി ദൈവത്തിനെ മഹത്വപ്പെടുത്താം. വചനം കേൾക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ പറഞ്ഞത് ഇത് അനുഭവമാണ് കേട്ടോ. അനുഭവിച്ചിട്ടാണ് പറയണത്. ഒരിക്കലും തെറ്റില്ല, ഒരിക്കലും തെറ്റില്ല. ഇത് നിങ്ങൾ സാക്ഷിയായിട്ട് ഇവിടെ വന്ന് പറയും. പ്രൈസ് ദി ലോർഡ്.